ചിറ്റൂർ ലക്ഷ്മി നഴ്സിംഗ് ഹോമിൽ രാവിലെ 9:30 മണിയോടെ ഷാരിയും മാഷും ഷാരിയുടെ അമ്മ വിനീതമ്മയും എത്തിച്ചേർന്നു. വലിയ തിരക്കില്ല, എന്നാലും ആൾക്കാരുണ്ട്. വിചാരിച്ചതുപോലെയല്ല, വളരെ നല്ല അറ്റ്മോസ്ഫിയറുള്ള ഒരു നഴ്സിംഗ് ഹോം. ചെന്നു കയറുന്ന പൂമുഖവാതിൽ ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വാതിലിൽ എപ്പോഴും പുറമേ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഓരോ മിനിറ്റിലും ആ വാതിൽ സ്വയം 2 വശത്തോട്ട് മാറുകയും അടുത്ത മിനിറ്റിൽ ഇരുവശത്തു നിന്നും വന്ന് കൂടിച്ചേരുകയും ചെയ്യും. ആ പ്രക്രിയ ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കും. പൂമുഖത്ത് 3 വശത്തും കുഷ്യൻ സെറ്റുകളാണ്. വാതിൽ കടന്ന് നേരെ ചെന്നാൽ കൗണ്ടറിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അവരോട് കാര്യം പറയണം. അവർ പേര് രജിസ്റ്റർ ചെയ്ത ശേഷം കാർഡ് ഇഷ്യൂ ചെയ്യും. അതുകൊണ്ട് നാം ഒരു വാതിലിലൂടെ അകത്ത് കടന്നാൽ വലതുവശത്ത് ഡ്യൂട്ടിയിലുള്ള സിസ്റ്റർമാരെ 2 പേർ ഇരിക്കുന്നു. ഇടതുവശത്ത് കാഷ്വാലിറ്റി റൂമെന്ന് എഴുതിയിരിക്കുന്നു. ഇവ രണ്ടും കഴിഞ്ഞാൽ നീണ്ട ഇടനാഴി. അവിടെ ഇരുവശത്തും രോഗികൾക്ക് ഇരിക്കാനുള്ള കസേരകൾ. ഇടനാഴിയുടെ ഇടതുവശത്തും വലതുവശത്തും ഉള്ള വാതിലുകൾക്ക് മുകളിൽ ഡോക്ടർമാരുടെ പേരുകളുണ്ട്. ഏത് ഡോക്ടറെ കാണണോ ആ വാതിലിൻ്റെ നേരെയുള്ള കസേരകളിൽ പോയിരിക്കണം. ഷാരി ഡ്യൂട്ടി സിസ്റ്ററോട് പറഞ്ഞു. കുഞ്ഞമ്മപ്പിള്ള ഡോക്ടറെ കാണാൻ വന്നതാണെന്ന്. കാർഡ് വാങ്ങി അതിലെ കാര്യങ്ങൾ ഒരു ഫയലെടുത്തിട്ട് എഴുതിയിട്ട് അകത്തേക്ക് വിളിച്ചു. ഷാരിയുടെയും മാഷിൻ്റെയും ബ്ലഡ് എടുത്ത ശേഷം പ്രഷർ നോക്കി. അത് ഷാരിക്ക് മാത്രം. വെയിങ് മെഷീനിൽ നിർത്തി വെയിറ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇടനാഴിയിലൂടെ അവസാനമുള്ള കസേരകളിൽ പോയിരിക്കാൻ പറഞ്ഞു. ആ റൂമിലാണ് ഡോക്ടർ കുഞ്ഞമ്മപ്പിള്ള. ഡോക്ടർ വന്നിട്ടില്ല. അവിടെ ഒഴിഞ്ഞുകിടന്ന കസേരകളിൽ മൂവരിരുന്നു. അപ്പോഴാണ് ആരോ പേര് വിളിക്കുന്നത് കണ്ട് നോക്കിയത്. അയ്യോ, ഇതാര്? രവിയണ്ണനോ? ഇവിടെ? ഓ, സുശീല ഇവിടെ പ്രസവിച്ച് കിടക്കുകയാണടേ. നീ ഇപ്പോൾ ഏത് സ്കൂളിൽ? ഞാൻ മഞ്ഞളൂർ ഹൈസ്കൂളിൽ. സുശീല ടീച്ചറോ? അവളിപ്പോൾ കുഞ്ഞശ്ശേരി ഹൈസ്കൂളിലാണ്. എവിടെയാണ് റൂം? മുകളിലത്തെ നിലയിലാണ്. നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് സുശീല പറഞ്ഞു. വരൂ, പരിചയപ്പെടുത്താം. ശാരി, ഇതെൻ്റെ നാട്ടുകാരൻ രവി. എന്ന പേരിൽ ഞങ്ങൾ രവിയണ്ണൻ എന്നാണ് വിളിക്കുന്നത്. രവിയണ്ണൻ്റെ ഭാര്യ സുശീല എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. രവി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ UDC ആണ്. ഞാനൊന്ന് ടീച്ചറെ കണ്ടേച്ചു വരാം. ദാ എത്തി. ഇരുവരും മുകളിലത്തെ നിലയിൽ ലിഫ്റ്റിൽ കയറിപ്പോയി. സുശീല കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട ടീച്ചറെ, എഴുന്നേൽക്കണ്ട. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് വന്ന കാര്യം പറഞ്ഞ് പെട്ടെന്ന് ലിഫ്റ്റിലൂടെ താഴേക്ക് ചെന്നു. ഇല്ല, ഡോക്ടർ വന്നിട്ടില്ല. കസേര ഒഴിവില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. കുറച്ച് മാറി ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി നിന്നു. ആര് വരച്ചതായാലും കൊള്ളാം. ഒരു രവിവർമ്മ ശൈലി. അധികം നിറക്കൂട്ടുകളോ വലിയ പശ്ചാത്തല ചിത്രീകരണമോ ഇല്ലാത്ത ചിത്രങ്ങൾ. പിക്കാസോ ചിത്രങ്ങളെപ്പോലെ വ്യാഖ്യാനിച്ചറിയേണ്ട ആവശ്യമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രങ്ങളിൽ ചിത്രകാരന് പറയാനുള്ളത് പറയാതെ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. എല്ലാം നല്ല വെടിപ്പുള്ള ചിത്രങ്ങൾ. അവ ചുമരുകളെ ആകർഷകമാക്കുന്നു. നല്ല ഇൻറ്റീരിയർ ഡെക്കറേഷൻ പഠിച്ച ഭാവന ശൈലിയാണ് ഹാളും മുറികളും ചുവരുകളും സംവിധാനം ചെയ്തിരിക്കുന്നത്. സുശീല ഈ ഹോസ്പിറ്റൽ എങ്ങനെ കണ്ടുപിടിച്ചു? കൊള്ളാം. രവിയണ്ണൻ താൻ പഠിച്ച നെയ്യാറ്റിൻകര ഹൈസ്കൂളിലാണ് പഠിച്ചത്. എന്നേക്കാൾ സീനിയർ. താൻ 7ാം ക്ലാസ്സിൽ ചെന്ന് ചേരുമ്പോൾ രവിയണ്ണൻ 10ലായിരുന്നു. ഉദയംകുളങ്ങര തങ്ങൾ അയൽപ്പക്കാരായിരുന്നു. രവിയണ്ണൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു ഉദയംകുളങ്ങര UK പ്രസ് എന്ന പേരിൽ ഒരു പ്രസ് നടത്തിക്കൊണ്ടിരുന്നത്. ശ്രീരാമവിലാസം പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മലയാളം കലണ്ടറും പഞ്ചാംഗവും ഒരുമിച്ച് വരുത്തി ഏജന്റുമാരെ കൊണ്ട് വിൽപ്പന നടത്തി വന്നിരുന്നു. ചില്ലറ പുസ്തകങ്ങൾ, രാമായണം, മഹാഭാരതം, ദേവി മാഹാത്മ്യം തുടങ്ങിയ പുസ്തകങ്ങളും ശ്രീരാമവിലാസം പ്രസ്സുകാർ അടിച്ചിറക്കുന്നു. ഇന്ത്യ, കേരളം, ലോകം തുടങ്ങിയവയുടെ ഭൂപടങ്ങളും UK പ്രസ്സിൽ ലഭിക്കുമായിരുന്നു. അത് 10ഉം 50ഉം വീതം ഓരോ ഏജന്റിന് വീതിച്ച് നൽകി വിൽപ്പന നടത്തി വന്നിരുന്നു. UK പ്രസ് ഉടമയെ പുസ്തകക്കാരെ ഗോവിന്ദപിള്ള എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഉദയംകുളങ്ങരയിലെ പഴയ പ്രസ്സുകളിൽ ഒന്ന് UK പ്രസ്സും മറ്റൊന്ന് മലയാള പ്രസ്സുമായിരുന്നു. മലയാള പ്രസ്സിൻ്റെ ഉടമസ്ഥൻ കുറച്ചുകാലം മലയായിലായിരുന്നു. അവിടെ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ ആർമിയിലെ ഒരു ഉയർന്ന ഓഫീസർ കൂടിയായിരുന്നു. ഉദയംകുളങ്ങരയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വേണമെങ്കിൽ പറയാം. ആ UK പ്രസ്സിൻ്റെ ഉടമ രവിയണ്ണൻ്റെ വല്യച്ഛനോ മറ്റോ ആയിരുന്നു. രവിയണ്ണൻ 10 കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഗ്രാമസേവകൻ എന്ന ജോലിക്ക് അപേക്ഷിച്ചു. ടെസ്റ്റ് എഴുതി. റാങ്ക് കിട്ടി. ജോലിയും കിട്ടി. കിട്ടിയത് കായംകുളം BDO ഓഫീസിലായിരുന്നു. രവിയണ്ണൻ അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനടുത്തുള്ള താമസക്കാരായിരുന്നു. സുശീലയും കുടുംബവും. സുശീലയും രവിയണ്ണനും പരിചയക്കാരായി. അത് വിവാഹം വരെ എത്തി. ഏജ് ഡിഫറൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സുശീലയുടെ വീട്ടുകാർ അതത്ര ഗൗരവമായിട്ടെടുത്തില്ല. അന്ന് BScയും B.Edും കഴിഞ്ഞ് ജോലിക്കായി അപേക്ഷകൾ അയച്ചും ടെസ്റ്റുകൾ എഴുതിയും കഴിയുന്ന സുശീലയ്ക്ക് പാലക്കാട് ടീച്ചർ പോസ്റ്റിൽ റാങ്ക് കിട്ടി. ആലത്തൂർ ഹൈസ്കൂളിൽ പോസ്റ്റിംഗ് ആയി. സുശീലയെയും കൊണ്ട് രവിയണ്ണൻ വരുമ്പോൾ താനവിടെ വർക്ക് ചെയ്യുന്ന കാലം. താനവിടെ ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അന്യനാട്ടിൽ വെച്ച് രവിയണ്ണനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. സുശീല ടീച്ചറുമായി കൂടുതൽ അടുക്കാനും തോന്നി. ടീച്ചറുടെ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ്. ടീച്ചറുടെ അടുത്ത ബന്ധു പാർട്ടിയുടെ മുഖ്യസ്ഥാനം വഹിക്കുന്ന ഒരാളും കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ അടുപ്പത്തിന് ശക്തിയും കൂടി.
ആലത്തൂരിലുണ്ടായിരുന്ന കാലം മുഴുവൻ സുശീല ടീച്ചർ ഏത് കാര്യവും തന്നോടായിരുന്നു പറഞ്ഞിരുന്നത്. എന്തിന്, രവിയണ്ണൻ്റെ ഒരു വലിയ ദോഷത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഭയങ്കരമായി കുടിക്കുമത്രേ. ശമ്പളം മുഴുവൻ മദ്യക്കുപ്പി വാങ്ങാനേ ഉണ്ടാവുന്നുള്ളൂ, അല്ലാതെ മറ്റ് സ്വഭാവ വൈകല്യങ്ങളൊന്നുമില്ല. കുടിക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ തന്നോട് ചോദിക്കും. ജോലിയും തൊഴിലുമില്ലാതെ നിൽക്കുന്ന താൻ എവിടെ നിന്ന് പണം കൊടുക്കും? പണമില്ലെങ്കിൽ സ്വർണം കൊടുക്കണം, അത് കൊണ്ടുപോയി വിറ്റ് കുടിച്ച് തീർക്കും. കുടിക്കാതിരുന്നാൽ ഇത്ര തങ്കപ്പെട്ട മനുഷ്യനെ മറ്റെങ്ങും കാണാൻ കഴിയില്ല. അതായിരുന്നു സുശീലയും രവിയണ്ണനും. ചുമലിൽ കൈവച്ച ചിന്തയിൽ നിന്ന് ഉണർത്തിയ ശാരി പറഞ്ഞു, ദേ ആ കസേരയിൽ പോയി ഇരിക്കണം. ഞാനിവിടെ നിന്നോളാം, വയ്യാത്തതല്ലേ, ചെല്ലു. വേണ്ട, ശാരി അവിടെ ഇരുന്നോളൂ. തർക്കം വേണ്ടി വന്നില്ല. ആ കസേരയിൽ ഒരു ഗർഭിണി വന്നിരുന്നു. നല്ലത്, അവർക്കുള്ളതായിരുന്നല്ലോ ആ കസേരകൾ. ആൾക്കാർക്ക് ഒരു മര്യാദയുമില്ല. ഞാനിരുന്ന കസേരയായിരുന്നു അത്. സാരമില്ല എൻ്റെ ശാരിക്കുഞ്ഞെ, അവർക്ക് വീർത്ത വയറും കൊണ്ട് എത്ര നേരം നിൽക്കാനൊക്കും? നീ വഴക്കുണ്ടാക്കുകയൊന്നും വേണ്ട. അതാ ഡോക്ടർ വരുന്നുണ്ട്. ചേ, അവരൊരു പ്രായമായ സ്ത്രീയല്ലേ മാഷേ. പിന്നെ ശാരിക്ക് ആരെ വേണം? നല്ല പരിചയസമ്പന്നരെയല്ലേ കാണിക്കേണ്ടത്. എൻ്റെ കൂടെ വരണേ. അവരെന്തൊക്കെ കാണിക്കുമോ എന്തോ, എനിക്ക് പേടിയാവുന്നു മാഷേ. എന്നെ അകത്തൊന്നും കയറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്ത്, മാഷല്ലേ അടുത്ത് നിൽക്കേണ്ടത്? അറിയില്ലല്ലോ, നോക്കാം. ഡോക്ടറോടൊപ്പം വന്ന സിസ്റ്റർ മുറിയിൽ നിന്ന് പുറത്തു വന്ന് ശാരിയുടെ പേരാണ് ആദ്യം വിളിച്ചത്. തൻ്റെ കാർഡിലും തൻ്റെ നമ്പർ ഒന്നായിരുന്നു. ഏതായാലും ശാരി അറച്ചറച്ച് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടക്കുമ്പോഴും ശാരി തിരിഞ്ഞ് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. സിസ്റ്റർ വീണ്ടും പുറത്തേക്ക് വന്ന് തൻ്റെ പേര് വിളിച്ച് അകത്തേക്ക് ചെന്നു. വരൂ വരൂ, ഇരിക്കൂ. MS നായർ രാത്രി ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. വിവാഹത്തിന് ഞങ്ങൾക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റിയില്ല. റിസപ്ഷനാണ് വന്നത്. ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ മിസ്റ്റർ കുറച്ച് വായനാശീലമുള്ള ആളാണ്. മാഷിൻ്റെ 2-3 നോവലുകൾ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഷെൽഫിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നു. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ആട്ടെ, ഡെലിവറി ഇവിടെയാണോ അതോ നാട്ടിലോ? ഇവിടെ തന്നെ. നാട്ടിൽ പോയാൽ ബുദ്ധിമുട്ടാണ്. എനിക്ക് അത്രമാത്രം ലീവൊന്നും എടുക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല തിരക്കുള്ള ഒരാളാണ്. ഏതായാലും കൺഫേം ആയാൽ എല്ലാ ഉപദേശങ്ങളും ഡോക്ടറിൽ നിന്ന് കിട്ടുമല്ലോ. തീർച്ചയായും. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശാരിയുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അത് നന്നായി. ശരി, വെയിറ്റ് ചെയ്യൂ. അരമണിക്കൂർ സമയം കഴിഞ്ഞ് ശാരിയും ഡോക്ടറും പുറത്തിറങ്ങി. അമ്മയെയും തന്നെയും കൂടി അകത്തേക്ക് വിളിച്ചു. കൺഗ്രാജുലേഷൻസ്. മാഷ് ഒരു അച്ഛനാകാൻ പോകുന്നു, അമ്മച്ചി ഒരു അമ്മൂമ്മയും. എന്താ, സന്തോഷമായില്ലേ? ശാരിക്ക് ഒരു പ്രോബ്ലംസ് ഇപ്പോഴില്ല. എന്നാലും ചില മരുന്നുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. മരുന്നുകളെന്ന് പറഞ്ഞാൽ വെറും വൈറ്റാമിനുകൾ മാത്രം. എല്ലാ മാസവും വന്ന് ഒരു ചെക്കപ്പ് നടത്തണം. അത് നല്ലതാണ്. കോളേജിലൊക്കെ പോകാം. വല്ല മോർണിംഗ് സിക്നെസ്സിൻ്റെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ അച്ഛനോട് പറയൂ കോളേജിൽ കാറിൽ കൊണ്ടാക്കാൻ. അത് പറയണമെന്നില്ല. അവളുടെ അച്ഛൻ ഇന്നലെ അത് തീരുമാനിച്ചതാണ്, ശാരിയുടെ അമ്മ പറഞ്ഞു. അതൊരു നല്ല തീരുമാനം തന്നെ. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ക്ഷീണവും കാര്യവുമൊക്കെ കാണും. അതുകൊണ്ട് യാത്ര സൂക്ഷിക്കണം. ഏതായാലും ഹോസ്റ്റലിൽ കിട്ടാത്ത സ്പെഷ്യൽ കെയർ അമ്മയുടെ അടുത്ത് നിന്നാലേ കിട്ടുകയുള്ളൂ. ശരി, കാണാം. അവർ അകത്തേക്ക് കയറിപ്പോയി. നമുക്ക് ആ സുശീല ടീച്ചറെ ഒന്ന് കണ്ടിട്ട് പോയാലോ ശരി? ഒന്ന് പരിചയപ്പെടുകയും ആകാമല്ലോ. പോകാം. അമ്മേ, വരണം. മാഷിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ ഇവിടെ പ്രസവിച്ച് കിടക്കുന്നു. ഒന്ന് കണ്ടിട്ട് പോകാം. അമ്മ തലകുലുക്കി. ലിഫ്റ്റിൽ മുകളിലത്തെ നിലയിലെത്തി. റൂമിൽ തട്ടി. രവിയണ്ണൻ വന്ന് വാതിൽ തുറന്നു. ബാബുവോ, വാ. ചെക്കപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞു രവിയണ്ണ. ഇതെൻ്റെ ഭാര്യ ശാരി. ഇത് അവളുടെ അമ്മ. സുശീല ടീച്ചറും കേട്ടല്ലോ. ശാരി അമ്മയാകാനുള്ള ഒരുക്കത്തിലാണ്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഒരു കുഴപ്പവുമില്ലെന്ന്. കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ക്ഷീണിക്കാതെ നോക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. എനിക്കിവിടെ വരുമ്പോൾ ഹൈ BP ആയിരുന്നു. പക്ഷേ ഡോക്ടർ എങ്ങനെയൊക്കെയോ പരിഹരിച്ച് നോർമൽ ഡെലിവറിയാക്കി. ശാരി ടീച്ചറുടെ അരികിൽ കിടന്ന് കാലിട്ടടിക്കുന്ന ചോരക്കുഞ്ഞിനെ നിർനിമിഷയായി നോക്കുന്നത് കണ്ടപ്പോഴേ തോന്നി അവളുടെ മനസ്സ് മറ്റെങ്ങോ ആണെന്ന്. കുറച്ചു നേരം കൂടി ചെലവഴിച്ച ശേഷം പുറത്തേക്കിറങ്ങി. ശാരിയുടെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങാനുള്ള കുറിപ്പ് വാങ്ങി ഫാർമസിയിലേക്ക് തിരിച്ചു. അവിടെയും ടോക്കൺ സിസ്റ്റമാണ്. ടോക്കൺ കൂപ്പൺ കിട്ടാൻ കമ്പ്യൂട്ടർ ബട്ടൺ അമർത്തി. തുണ്ട് കിട്ടി. 20ാമത്തെ നമ്പറാണ്. 8ാമത്തെ നമ്പർ വരെയേ ആയിട്ടുള്ളൂ. സമയമെടുക്കും. അടുത്ത് കണ്ട ചാരുബെഞ്ചിൽ അവർ മൂവരും ഇരുന്നു. മരുന്നുകൾക്ക് വളരെ കുറച്ച് രൂപയേ ആയുള്ളൂ. തന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ നിൽക്കാതെ ബില്ല് ശാരി വാങ്ങി കൗണ്ടറിൽ കൊണ്ടുപോയി. പൈസ അടച്ചിട്ട് ബില്ല് മരുന്നെടുത്ത ആ ഫാർമസിസ്റ്റിനെ ഏൽപ്പിച്ചു. മരുന്നുകളൊക്കെ വാങ്ങി തിരിക്കുമ്പോൾ സമയം ഉച്ചയ്ക്ക് 12:30 മണിയായിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി കഴിഞ്ഞല്ലോ. ഇനി വീട്ടിലേക്ക് കത്തെഴുതാം. വീട്ടിൽ ചെല്ലട്ടെ. വീട്ടിലെത്തി മൂവരും കൂടി മുറിയിലെത്തിയപ്പോൾ ചോദിച്ചു, ആ ഡോക്ടർ എങ്ങനെയാ ശാരി പരിശോധിച്ചത്? അവരെല്ലാം കണ്ടോ? നിന്റെ പാതിവൃത്യം ഇല്ലാതായോ? ചിരിച്ചുകൊണ്ടുള്ള മാഷിൻ്റെ ചോദ്യം. പാതിവൃത്യം മണ്ണാങ്കട്ട. എല്ലാ ഗർഭിണികളെയും പരിശോധിക്കുന്നത് പോലെ എന്നെയും. എന്നാൽ ഡോക്ടർ കയ്യോ മറ്റോ? അതൊക്കെ പണ്ടല്ലേ മാഷേ. ഡോക്ടർ എൻ്റെ വയർ അമർത്തി നോക്കി. പിന്നെ ഞാൻ ചെയ്തതുപോലെ ഒരു ടെസ്റ്റും കൂടി സിസ്റ്റർ എടുത്തു. കഴിഞ്ഞു. ഞാനും ആദ്യം വിചാരിച്ചത് മാഷ് വിചാരിച്ചതുപോലെ തന്നെ. പക്ഷേ ഇപ്പോൾ അതിനു പകരമാണ് സ്കാൻ ചെയ്ത് നോക്കുന്നത്. അടുത്ത മാസം വരുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ആവൂ, സമാധാനമായി. അപ്പോൾ മരുന്ന് എന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു?
ഇന്ന് തന്നെ ഉച്ചയ്ക്കുള്ള ആഹാരത്തിന് ശേഷം. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ്. അത് കഴിക്കണ്ടേ? വേണം, കഴിക്കണം. അതുപോലെ നീ എന്തിനാണ് എന്നെ കൊണ്ട് പേ ചെയ്യിക്കാത്തത്? അച്ഛൻ പറഞ്ഞു അനാവശ്യമായി ഒരൊറ്റ രൂപ പോലും മാഷ കൊണ്ട് ചിലവാക്കിക്കരുതെന്ന്. ഞാനല്ലേ ചിലവാക്കേണ്ടവൻ? എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ? അല്ലെന്ന് ആര് പറഞ്ഞു? പണം കൂടുതൽ വേണ്ടി വരുമ്പോൾ ഞാൻ പറയാം. അച്ഛൻ അത്ര നിസ്സനൊന്നുമല്ല. അറിയാമേ, വേഷം മാറ്, നമുക്ക് ഊണ് കഴിക്കാം, എന്നിട്ടൊന്ന് ഉറങ്ങണം. എനിക്ക് വീട്ടിലേക്കൊരു കത്ത് എഴുതണം. പിന്നെ ഇല്ലസ്ട്രേറ്റ് വീക്ക്ലിയുടെ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് അയക്കണം. എന്നിട്ട് ഷർട്ട് ഊരി ഹാങ്ങറിൽ തൂക്കിയപ്പോഴും അവൾ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിയിരിപ്പാണ്. നീ എന്തിനാണ് ഇങ്ങനെ വീഴ്ച നോക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലാത്തതുപോലെ. അത് തന്നെ, എത്ര കണ്ടിട്ടും വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു പുതിയ അനുഭൂതി. ഈ നട്ടുച്ച നേരത്തൊന്നും അനുഭൂതി പാടില്ല ശാരിക്കുഞ്ഞ്. വേഗം എഴുന്നേറ്റ് വേഷം മാറി വല്ലതും കഴിക്കാൻ എടുത്തു വച്ചേ. ഇനി എനിക്ക് കുറച്ച് ലൂസുള്ള വേഷങ്ങൾ വാങ്ങണം മാഷേ. ഇല്ലെങ്കിൽ മനസ്സിലായി, നമുക്ക് വാങ്ങാം. ഇന്ന് വൈകിട്ട് പാലക്കാട്ട് ഒരു ട്രിപ്പായാലോ? ഇന്നിപ്പോൾ നമ്മൾ ടയേർഡല്ലേ? അടുത്ത ഏതെങ്കിലും ദിവസം പോകാം. ഞാൻ വല്ലതും കഴിക്കാനെടുത്ത് വയ്ക്കട്ടെ. ആദ്യം നീ വേഷം മാറ് ശാരി. ഇങ്ങനെ നോക്കിയിരുന്നാൽ ഞാൻ എങ്ങനെ വേഷം മാറും? അതെന്താ, പുതിയതായി വല്ല ഫിറ്റിങ്സ് ഉണ്ടായോ? മാഷൊന്നും മിണ്ടാതിരിക്കുമോ? പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കാനാണ്? ഒന്നും കണ്ടിട്ടില്ലാത്തതുപോലെ. അങ്ങനെ ഞാൻ പറഞ്ഞോ? ശരി, അവിടെ ഇരുന്നോ. ശാരി ബാത്റൂമിൽ കയറി കതക് ചാരി വേഷം മാറി പുറത്തു വന്നു. ഞാൻ കിച്ചണിലേക്ക് പോകുന്നു. നമ്മൾ താമസിച്ചല്ലോ. ചിന്നമ്മയുടെ തനത് പ്രിപ്പറേഷൻ എന്താണോ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. സ്കൂൾ ഡയറി എല്ലാ ക്ലാസ്സിലും എത്തിച്ചു നൽകി. ഒരാഴ്ച കൊണ്ട് തന്നെ ഡയറിയുടെ വില എല്ലാ കുട്ടികളും കൊണ്ടുകൊടുത്തു. ബാക്കി വന്ന തുക PTA അക്കൗണ്ടിൽ ഇട്ടു. ഡേ കെയറിൻ്റെ പണികളെല്ലാം പൂർത്തിയായി. ഇനി കുട്ടികൾക്ക് ഇരിക്കുവാനുള്ള ചെറിയ ചൂരൽ കസേരകൾ കൂടി വന്നാൽ മതി. പാലക്കാട്ടുള്ള ഒരു കടക്കാരനാണ് അത് എത്തിക്കാമെന്ന് ഏറ്റിട്ടുള്ളത്. അധികം താമസിയാതെ എത്തും. ഡേ കെയർ സെൻറ്ററിൽ 2 ഫാനുകൾ, 3 ട്യൂബ് ലൈറ്റുകൾ എന്ന് തുടങ്ങി എല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യം ഒരു ടീച്ചറെയും ആയയെയും സീപ്രയെയുമാണ്. PTA പ്രസിഡന്റ് തൻ്റെ പരിചയക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1-2 അപേക്ഷകൾ വന്നിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് പൂർത്തിയാക്കിയ കുട്ടികളെയാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഒരു കുട്ടിക്ക് 100 രൂപയാണ് മാസം ഫീസ്. ആഫീസിൽ നിന്ന് വേണം 3 പേരുടെയും ശമ്പളം കൊടുക്കാനുള്ളത്. നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കണം. PTA കൂടി നഴ്സറി ടീച്ചേഴ്സിൻ്റെ ശമ്പളവും നിശ്ചയിച്ചു. ആകെ 7000 രൂപ കുറഞ്ഞതും ഉണ്ടാകണം. 100 കുട്ടികളെങ്കിലും വന്നാലേ ഒരുവിധം നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. പരമാവധി പരിശ്രമിച്ചു നോക്കാം എന്ന തീരുമാനത്തിലാണ് പിരിഞ്ഞത്. പിറ്റേ ദിവസം തന്നെ ഒരു PTA കൂടി ഡേ കെയർ സെൻറ്ററിൻ്റെയും സാഹിത്യവേദി മഞ്ഞളൂർ യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം നടത്തുവാൻ DEOയെയും സ്ഥലത്തെ MLAയെയും ക്ഷണിക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാ പേരെയും നേരിട്ട് പോയി കണ്ടു ക്ഷണിച്ചു. അവർ 2 പേരും വരും. ആശംസാ പ്രസംഗം നടത്തുവാൻ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ക്ഷണിച്ചു. ഡേ കെയർ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം MLAയും സാഹിത്യവേദി യൂണിറ്റിൻ്റെ ഉദ്ഘാടനം DEOയെയും കൊണ്ട് നിർവഹിക്കാനും ധാരണയായി. സ്റ്റാഫ് കൗൺസിൽ വിളിച്ചുകൂട്ടി ആശംസാ പ്രസംഗികരുടെ കൂട്ടത്തിൽ സ്റ്റാഫ് സെക്രട്ടറി വത്സല ടീച്ചറുടെ പേര് കൂടി ഉൾപ്പെടുത്തണമെന്നും PTA പ്രസിഡന്റിനെ കൊണ്ട് 8-9 ക്ലാസ്സുകളിൽ ഒന്നാമതായി നിൽക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകണമെന്നും നിശ്ചയിച്ചപ്പോൾ താൻ ഒരഭിപ്രായം പറഞ്ഞു. എന്നാൽ നോട്ടീസിൽ മെറിറ്റ് ഈവനിംഗ് ഡേ കെയർ സെൻറ്റർ ഉദ്ഘാടനം, സാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം എന്ന് വയ്ക്കുന്നതായാൽ നന്നായിരിക്കും. അടുത്ത വർഷം മുതൽ 8, 9, 10 എന്നീ ക്ലാസ്സുകളിൽ ഓരോ വിഷയത്തിനും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടികൾക്കും ക്യാഷ് അവാർഡ് നൽകുന്നതാണെന്ന് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗത്ത് ഹെഡ് മിസ്ട്രസ് പറയണം. എല്ലാ പേരും അംഗീകരിച്ചുവെന്ന് മാത്രമല്ല, സ്റ്റാഫ് തന്നെ ഓരോ വിഷയത്തിനും കൂടുതൽ മാർക്കുകൾ വാങ്ങിയ കുട്ടികൾക്കുള്ള ക്യാഷ് തങ്ങൾ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. താൻ ഇംഗ്ലീഷിൽ 10-ൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് ശാരിയെ കൊണ്ട് ഒരു ക്യാഷ് അവാർഡ് കൊടുപ്പിക്കണം. ബാക്കി എല്ലാത്തിനും ആളായി. ഏതായാലും മഞ്ഞളൂർ ഹൈസ്കൂൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഒരുങ്ങുന്നു. ബാബുമാഷേ, ചടങ്ങിൽ ആദരിക്കുക തന്നെ വേണം, സ്റ്റാഫ് ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഹെഡ് മിസ്ട്രസ് കൈക്കൊട്ടി സപ്പോർട്ട് ചെയ്തു. ദയവായി ഇത്തരം രീതി ഒരു ആത്മപ്രശംസയാണ്. എനിക്ക് ഈ രീതികളൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. ഞാൻ മാത്രമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കൂട്ടായ പ്രവർത്തനവും PTAയുടെ തുറന്ന സഹകരണവും വിശിഷ്യ സ്നേഹധനരായ നാട്ടുകാരുടെ സന്മനസ്സും ആണ് നമ്മുടെ ഈ പുത്തൻ പ്രകാശത്തിൻ്റെ അവകാശികൾ. അതിനാൽ എന്നെ ഇതിനൊന്നും ഉൾപ്പെടുത്തരുതെന്ന അപേക്ഷയുണ്ട്. നമുക്ക് നമ്മുടെ പ്രയത്നം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. എല്ലാ സ്കൂൾ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ആ സ്കൂളിൻ്റെ കയ്യൊപ്പുണ്ടാവണം. അതിന് കൂട്ടായി നമ്മുടെ സ്കൂളിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. സ്റ്റാഫ് കൗൺസിലിൽ മണൽത്തരി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. അതിന് ഒരവസാനം കണ്ടത് സ്റ്റാഫ് സെക്രട്ടറിയുടെ കൃതജ്ഞതയോടെയായിരുന്നു. നോട്ടീസ് അടിച്ചു. എല്ലാ പേർക്കും കൊണ്ടുപോയി തന്നെ കൊടുത്തു. ഇതിനിടെ ഡേ കെയറിൽ 3 പേരെ PTA തിരഞ്ഞെടുത്ത് നിയമിച്ചു. ടീച്ചർക്ക് 3500 രൂപയും ആയിക്ക് 2500 രൂപയും സീപ്പർക്ക് 1500 രൂപയും ആണ് ശമ്പളമായി നൽകുന്നത്. ശമ്പളം കുറവാണെന്ന് അറിയാഞ്ഞിട്ടല്ല, എത്ര കുട്ടികൾ അഡ്മിഷൻ എടുക്കുമെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ. പട്ടണ പ്രദേശങ്ങളിൽ കുട്ടികളെ കിട്ടും. അച്ഛനമ്മമാർക്ക് ജോലിയുണ്ടെങ്കിൽ അവർക്കൊരു ഡേ കെയറിൻ്റെ സഹായം കിട്ടിയേ പറ്റൂ.
ഇവിടുത്തെ ഗ്രാമാന്തരീക്ഷത്തിൽ രക്ഷാകർത്താക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടല്ലോ. ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ കുറേ രക്ഷാകർത്താക്കൾ അഡ്മിഷൻ ഫോം മേടിച്ചുകൊണ്ട് പോയിരുന്നു. ഇനിയും വരുമെന്നാണ് പ്രതീക്ഷ. സ്കൂൾ അസംബ്ലിയിൽ താൻ തന്നെയാണ് സംസാരിച്ചത്. ഓരോ കുട്ടിയുടെയും വീട്ടിലുള്ള അനുജന്മാരെയും അനുജത്തിമാരെയും ഡേ കെയറിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് കുട്ടികളിൽ ആവേശത്തിരയേൽക്കുന്ന വിധമാണ് സംസാരിച്ചത്. അന്ന് വൈകുന്നേരം കോളേജിൽ നിന്നും ശാരി വന്നപ്പോൾ ഗൗരി ഓടി വന്ന് പറഞ്ഞു, എൻ്റെ ചേട്ടൻ ഇന്ന് സ്കൂളിൽ ഒരു പ്രസംഗം ചെയ്തു. ചേച്ചി പറഞ്ഞു തന്ന അന്റോണിയോ സ്പീച്ചില്ലേ, ഇത് അതിനേക്കാളും ഗംഭീരം. കുട്ടികളുടെ മനസ്സിളക്കി മറിച്ചു കളഞ്ഞു. ഇതാണ് പ്രസംഗം. ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി ചേച്ചി, കരഞ്ഞുപോയി. മുറിയിലിരുന്ന് തന്നോട് ശാരി ചോദിച്ചു, അനിയത്തി വിളിച്ചത് കേട്ടില്ലേ എൻ്റെ ചേട്ടനെന്ന്? കൊള്ളാം കൊള്ളാം. അതിനെന്താ, ഗൗരിക്ക് ചേട്ടന്മാർ വേറെ ആരുമില്ലല്ലോ, ഉണ്ടോ? അവൾക്ക് ഞാനെന്നും മരിക്കാത്ത പക്ഷം ചേട്ടൻ തന്നെയായിരിക്കും. എന്നാൽ പിന്നെ ഞാനും അങ്ങനെ വിളിച്ചോട്ടെ? നീ ഒന്നും വിളിച്ചില്ലെങ്കിലും എനിക്ക് നീയും നിനക്ക് ഞാനും. എന്താ, അങ്ങനെയല്ലേ? ഇനിയും സംശയമുണ്ടോ? ദേ നോക്ക്, എൻ്റെ വയർ കുറച്ചുകൂടി വീർത്തില്ലേ? ആഹാ, ഇങ്ങെടുത്തു വാ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി എന്ത് നോക്കാൻ? ഇതാ നോക്ക്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ശരിയാണ്. ഇത്തിരി ക്ഷീണം പോലുണ്ട്. ഇന്ന് ഞാൻ കൊണ്ടുപോയ ചോറ് അപ്പടി കൊണ്ടു കളഞ്ഞു. എനിക്ക് ഒട്ടും വേണ്ടായിരുന്നു. ഒരു മനമറിപ്പ് പോലെ, ഛർദ്ദിക്കാൻ തോന്നിയതുപോലെ. മോർണിംഗ് സിക്നസ് ചിലർക്ക് നേരത്തെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നീ അമ്മയോട് വിവരം പറയ്. ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിക്കണോ? ചോദിക്കാം. ഏതായാലും നാളെ ഞാൻ കോളേജിലേക്കില്ല. പ്രൊഫസറോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ പോയി എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കഴിക്ക്. എനിക്കൊരു മസാല ദോശ കിട്ടിയിരുന്നെങ്കിൽ തിന്നാമായിരുന്നു. ഒരു വടയും കൂടെ വേണം. നോക്കട്ടെ, കൊടുവായൂരിലെ ആ പോറ്റിയുടെ ഹോട്ടലിൽ ഞാൻ പോയിട്ട് വരാം. എങ്ങനെ പോകും? രാഘവൻ പോയിരിക്കും. അതൊക്കെ ഞാൻ പോകും, നോക്കിക്കോ. ശാരി ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് പോയി. താൻ ഷർട്ടും മുണ്ടും മാറ്റി പുറത്തേക്കിറങ്ങി റോഡിലേക്ക് നടന്നു. കൊടുവായൂർ വരെ തന്നല്ലോ, ബസ് കിട്ടിയാൽ മതിയായിരുന്നു. ബസ് കിട്ടിയില്ല, മെല്ലെ നടന്നു. നടക്കുന്നത് നല്ലതാണ്. ബസ് വരുമ്പോൾ കയറാം. കൊടുവായൂരിൽ ഓട്ടോറിക്ഷ കിട്ടും. മഞ്ഞളൂരിൽ അതില്ല. നാളെ വന്നുകൂടായികയില്ല. ആർക്കും അതിൻ്റെ ആവശ്യമില്ല. ഭൂരിഭാഗവും കൃഷിക്കാരാണ്. അതാണ് അവരുടെ തൊഴിൽ, അതാണ് അവരുടെ ജീവിതം. അതൊരു ഒഴുക്കാണ്. അതിൽ നിന്നും ഒരു മാറ്റം സാധ്യമല്ല. അതിനവർ തയ്യാറുമല്ല. അതുകൊണ്ടായിരിക്കാം ആട്ടോയും ടാക്സികളും കുറവായിരിക്കുന്നത്. ഒരു കാർ വന്ന് പൊടി പറത്തിക്കൊണ്ട് ബ്രേക്ക് ചെയ്തു. ഹലോ ബാബു മാഷേ. ഹലോ, എവിടേക്ക്? മാഷ് എവിടേക്ക്? കൊടുവായൂർ വരെ. ബസ്സിനെ കണ്ടില്ല. ഇത്തിരി നടന്നു. ബസ് വരാതിരിക്കില്ലല്ലോ. ഞാൻ പാലക്കാട്ടേക്കാണ്. ഞാൻ കൊടുവായൂരിൽ ആക്കിത്തരാം. ഉപകാരമായി. PTA എക്സിക്യൂട്ടീവ് മെമ്പറാണ് ശാർങ്ങധരൻ സാർ. റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. കൃഷിയും കാര്യങ്ങളുമായി കഴിയുന്നു. സാറിൻ്റെ മകളുടെ മകനാണ് മഞ്ഞള്ളൂരിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി. നമ്മുടെ ഉദ്ഘാടനമൊക്കെ അടുത്തു വരുന്നു അല്ലേ മാഷേ? അതെ അതെ. നോട്ടീസിൽ മാഷിൻ്റെ പേര് കൂടി വരേണ്ടതായിരുന്നു. നോട്ടീസിനൊരു വെയിറ്റ് കിട്ടിയാനേ. അല്ലല്ല, ഇല്ലസ്ട്രേറ്റ് വീക്ക്ലിയിൽ മാഷിൻ്റെ നോവൽ അനൗൺസ് ചെയ്തിരിക്കുന്നു അല്ലേ? എൻ്റെ സണ്ണില്ലായാണ് പറഞ്ഞത്. അവൻ ലൈബ്രറിയനാണ്. പാലക്കാട് പബ്ലിക് ലൈബ്രറിയിലാണ്. ശരിയാണ്, അവരത് സീരിയലൈസ് ചെയ്യാൻ പോകുന്നു. എൻ്റെ വൈഫാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അവൾക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ മുൻപേ പരിചയക്കാരായിരുന്നു അല്ലേ? ആ, അത് ശരിയല്ല. എനിക്കിവിടെ വന്ന ശേഷമുള്ള പരിചയമേ ഉള്ളൂ. പരിചയപ്പെട്ടതിന് ശേഷം ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയ കൃതി പരിഭാഷപ്പെടുത്തുവാൻ കഴിയുമോ? ഇല്ല, ഇത് മുന്നേ തുടങ്ങിയതാണ്. ഞാൻ അറിയാതെ ആ കുട്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയതാണ്. നന്നായിരിക്കട്ടെ. കൊടുവായൂർ ജംഗ്ഷനിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങി പോറ്റി ഹോട്ടലിലേക്ക് നടന്നു. അല്ലല്ല, ഇതാരും ബാബു മാഷോ? ഞങ്ങളെയൊക്കെ കളഞ്ഞിട്ട് മഞ്ഞളൂർക്ക് പോയി കളഞ്ഞുവല്ലോ. കാര്യമൊക്കെ ഞങ്ങൾ പിന്നെയല്ലേ അറിഞ്ഞത്. മുൻപരിചയം ഉണ്ടായിരുന്നല്ലേ? ഏതായാലും ഒരു നല്ല ബന്ധം, നല്ലൊരു ബന്ധുബലം. മാഷിൻ്റെ പാർട്ടിക്കാർ. ദേ മാഷ്, ചായ. ചായ വാങ്ങി കഴിച്ചുകൊണ്ട് പറഞ്ഞു. രാമണ്ണ 4 മസാല ദോശയും 4 വടയും പാഴ്സൽ. പിന്നെ ബോളിയും ജിലേബിയും 5 വീതം പാഴ്സൽ. എല്ലാം വാങ്ങി ഇനിയും കാണാമെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ്സില്ലെങ്കിൽ ഓട്ടോയിൽ. ഭാഗ്യത്തിന് ബസ് കിട്ടി. ബസ്സിൽ നിന്നിറങ്ങി മുറ്റത്തെത്തിയപ്പോൾ തന്നെ പൂമുഖത്ത് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ശാരി. കൂടെ ചട്ടമ്പി ഗൗരിയും അമ്മയും ഉണ്ട്. എവിടെ പോയിരുന്നു? ശാരി ദേഷ്യപ്പെട്ട് ചോദിച്ചു. വെറുതെ ഒന്ന് പുറത്തോട്ടിറങ്ങി. വയ്യാതിരിക്കുന്ന മനുഷ്യനാണ്. എന്തിനാണ് തനിച്ച് ഒന്നും പറയാതെ? എനിക്കിപ്പോഴൊന്നുമില്ലല്ലോ ശാരി. ദാ ഇത് പിടിക്ക്. നീ പറഞ്ഞത് ഇതിലുണ്ട്. ചെല്ല്, കഴിക്ക്. അതെന്താണ് ചേട്ടാ? മസാല ദോശ. ഇപ്പോഴെന്തിനാണ് ഈ മസാല ദോശ? വൈകുന്നേരമല്ലേ? കൊടുവായൂർ വരെ പോയപ്പോൾ വാങ്ങണമെന്ന് തോന്നി. നാട്ടിൽ വെച്ച് ഞാൻ പുറത്തിറങ്ങിയിട്ട് ചെല്ലുമ്പോൾ ഞാൻ അമ്മയ്ക്ക് മസാല ദോശ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട്. ആ പതിവ് ഓർത്തുപോയി. ഇവിടെ ആർക്കും മസാല ദോശ ഇഷ്ടമല്ല അല്ലേ അമ്മേ? ആര് പറഞ്ഞു? ശാരി അത് അടുക്കളയിൽ കൊണ്ടുപോയി വയ്ക്ക്. വല്ല മധുരവും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. നീ അതിലെന്തുണ്ടെന്ന് നോക്ക്. ചെല്ല്. മുറിയിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാരി ഒരു പ്ലേറ്റിൽ മസാല ദോശയും വടയും സാമ്പാറും ചമ്മന്തിയുമായി വന്നു. അയ്യയ്യോ, എന്തെല്ലാം കള്ളങ്ങളാണ് പറഞ്ഞു കളഞ്ഞത്. ഇതാ കഴിക്ക്. എനിക്ക് വേണ്ട. നീ ഉച്ചയ്ക്കേ പട്ടിണിയല്ലേ, കഴിക്ക്.
എങ്ങനെ പോയി? ബസ് കിട്ടിയോ? അങ്ങോട്ടൊരു കാർ, ഇങ്ങോട്ട് ബസ്. നോക്കിയിരിക്കാതെ കഴിക്കേ. ഒന്ന് നിനക്ക്, ഒന്ന് ഗൗരിക്ക്, ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് അച്ഛന്. അപ്പോൾ മാഷ്ക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. എനിക്ക് വൈകുന്നേരം ഇതൊന്നും പാടില്ല. നിനക്ക് വേണ്ടിയാണ് വാങ്ങിയത്. നീ നിൻ്റെ ആഗ്രഹം പറഞ്ഞു. അത് നിവർത്തിച്ചു തരേണ്ട കടമ എനിക്കില്ലേ എൻ്റെ പ്രിയപ്പെട്ട ശാരി? പാത്രം താഴെ വെച്ചിട്ട് ശാരി തന്നെ കെട്ടിപ്പുണർന്നു ഉമ്മ കൊണ്ട് മൂടിയിട്ട് പറഞ്ഞു. ഞാനാണ് ഭാഗ്യവതി. ഞാൻ. എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയതേയില്ല. ശാരി ആലിംഗനത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആഗ്രഹം പറഞ്ഞ ഉടനെ അത് വാങ്ങാൻ പോയല്ലോ. പറഞ്ഞില്ലേ, ഞങ്ങളുടെ PTA എക്സിക്യൂട്ടീവ് ശാർങ്ങധരൻ സാറിനെ വഴിയിൽ വെച്ച് കണ്ടു. അദ്ദേഹം കൊടുവായൂർ വരെ ഒരു ലിഫ്റ്റ് തന്നു. തിരികെ ബസ്സിലും വന്നു. അതല്ല അതിൻ്റെ രസം. ശാർങ്ങധരൻ സാർ ചോദിക്കുകയാണ് നാം തമ്മിൽ പരിചയത്തിലായിരുന്നോന്ന്. അതുപോലെ തന്നെ പോറ്റി ഹോട്ടലിലെ പോറ്റിയും ചോദിക്കുന്നു. ഇത്ര നല്ല സ്കൂൾ വിട്ടിട്ട് മാഷ് മഞ്ഞളൂർ പോയത് ഇതിനായിരുന്നോ? എങ്ങനെ മാഷയെ പരിചയപ്പെട്ടതെന്ന്. എന്തു പറഞ്ഞു? എന്തു പറയാൻ? ഒന്ന് ചിരിച്ചു കൊടുത്തു. അല്ലാതെ എന്തു പറയാൻ? ശാർങ്ങധരൻ സാറിനെ എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും പുള്ളിക്കാരൻ്റെ മകനെ എനിക്കറിയും. പാലക്കാട് പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിയനാണ്. ഞാനും കൂട്ടുകാരികളും റെഫറൻസിന് വേണ്ടി പുസ്തകങ്ങൾ എടുക്കാൻ പോകുന്നതല്ലേ. അയാളാണ് ശാർങ്ങധരൻ സാറിനോട് എൻ്റെ നോവൽ ഇല്ലസ്ട്രേറ്റ് വീക്ക്ലിക്കാർ അനൗൺസ് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എൻ്റെ വൈഫാണ് ട്രാൻസ്ലേഷൻ നിർവഹിച്ചതെന്ന്. അപ്പോൾ വരുന്നു മറ്റൊരു ചോദ്യം. ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും വലിയ നോവൽ എങ്ങനെ? അത് എനിക്കല്ലേ അറിയൂ. അതിലെ ചന്ദ്രികയെ പോലെ ആയിരുന്നു ഞാനും എന്ന് പറഞ്ഞാൽ ആർക്കാണ് മനസ്സിലാവുക? പാടാത്ത പാട്ടിൻ്റെ മാധുര്യം നുകരുന്ന ഒരു വേഴാമ്പലായിരുന്നു ഞാൻ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു നോവലിസ്റ്റിനെ പ്രണയിച്ച ഒരു പാവപ്പെട്ടവൾ. ആ മനുഷ്യനെ കണ്ടില്ലെങ്കിൽ വേണ്ട. ആ നോവലിൻ്റെ ഓരോ താളിലും നിറഞ്ഞു നിന്ന ഒരു മുഖമുണ്ടായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട ആ നോവലിസ്റ്റിൻ്റെ മുഖം. ഓരോ പേജും ഞാൻ പരിഭാഷപ്പെടുത്തുമ്പോൾ ഈശ്വര, ഞാൻ അനുഭവിച്ച സുഖവും ദുഃഖവും അനുഭൂതികളും പങ്കുവയ്ക്കാനാവാത്തതാണ്. അന്നൊന്നും ഞാൻ മാഷെ കാണുമെന്നോ സംസാരിക്കുമെന്നോ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു, നീ നിൻ്റെ പ്രാണനാഥനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന്. കണ്ടോ, അതെത്ര ശരിയായി. കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഈ വിവർത്തനം എൻ്റെ അലമാരയിലിരുന്ന് ചിതലെടുക്കുകയോ എന്തോ. ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അതിനു മുമ്പ് ദേവൻ ദേവിയെ തേടി എത്തിയല്ലോ. സങ്കല്പത്തിൽ കണ്ട എന്നെ നീ ഏതു മന്ത്രവാദിനിയെ അയച്ചാണ് കൂട്ടിലടച്ചത്? എൻ്റെ മനസ്സെന്ന മാന്ത്രികനെ, അനിരുദ്ധനെ ബന്ദിയാക്കി കൊണ്ടുപോയ ചിത്രലേഖയെ പോലെ ഞാനും. നീ മസാല ദോശ എടുത്ത് കഴിക്കൂ. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതിരുന്നിട്ട് നിനക്ക് ക്ഷീണമൊന്നുമില്ലേ ശാരി? ഉണ്ട്, എനിക്കൊരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഞാനെടുത്ത് തരട്ടെ? എടുത്തു തരുമോ? പിന്നെ ആർക്കാണ് ഞാൻ എടുത്തു കൊടുക്കാനുള്ളത്? വരൂ, പാത്രം തരൂ. ഈ സാമ്പാർ ഇതിലൊഴിക്കണോ? വേണ്ട, സാമ്പാറിന് ഒരു നാറ്റം പോലെ. ചട്നിയിൽ മുക്കി തന്നാൽ മതി. പറഞ്ഞും ചിരിച്ചും ചിരിപ്പിച്ചും ശാരിയെ കൊണ്ട് 3/4 ഭാഗം ദോശയും കഴിപ്പിച്ചു. മനം മറുപ്പ് പോലെ വന്നെങ്കിലും അതങ്ങ് മാറി. താൻ ശാരിയുടെ വയറ് മെല്ലെ മെല്ലെ തടവി കൊടുത്തപ്പോൾ വൊമിറ്റിംഗ് സെൻസേഷൻ വിട്ടുമാറി. എനിക്കിനി ഒട്ടും വേണ്ട, വടയും വേണ്ട. കുറച്ചുകൂടിയേ ഉള്ളൂ. ശാരി, വെറുതെ വാങ്ങിക്കൊണ്ട് വന്ന് കളയുന്നത് ശരിയാണോ? ആരാണ് കളയുന്നുവെന്ന് പറഞ്ഞത്? ദാ ആ വാ തുറന്നേ, ഞാൻ മുക്കിത്തരാം ചേട്ടാ. ആ തുറന്നേ. ആനന്ദകൃഷ്ണ, വാ തുറന്നേ. ചേച്ചേ, എനിക്കിതൊന്നും പിടിക്കൂല. എന്നാലും ഞാൻ കഴിക്കാം. ഞാൻ എടുത്ത് കഴിച്ചോളാം. അത് വേണ്ട, ഞാൻ എടുത്തു തരുമല്ലോ. ബാക്കി ഇരുന്ന ദോശ മുഴുവൻ അവൾ തന്നെ കൊണ്ട് തീറ്റിച്ചു. വടയുടെ പകുതി അവളും പകുതി താനും കഴിച്ചു. ബാത്റൂമിലെ വാഷ് ബേസിൻ പോയി വൃത്തിയാക്കിയിട്ട് വരുമ്പോൾ ശാരി പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് പോയി. വീട്ടിലേക്ക് കത്തെഴുതാൻ തയ്യാറായി കസേരയിൽ പോയിരുന്നു. ആ എഗ്രിമെൻ്റ് ഫോമും ഫില്ലപ്പ് ചെയ്ത് അയക്കേണ്ടതുണ്ടല്ലോ, അതും പൂരിപ്പിക്കാം. പിറ്റേ ദിവസം സ്കൂളിൽ പോയേ തീരൂ. ഡേ കെയർ സ്കൂളിൻ്റെ ഉദ്ഘാടനം ഇങ്ങ് അടുക്കുന്നു. മാഗസിൻ്റെ പണി പ്രധാനമായും പരസ്യം മേടിക്കണം. കടകളിലൊക്കെ 2 ദിവസം ഒന്ന് കറങ്ങിയാൽ പരസ്യമൊക്കെ കിട്ടും. അതിന് PTA-ക്കാരെ കിട്ടണം. എല്ലാ പേരും ഓരോ തിരക്കുള്ളവരാണ്. അവരെയെല്ലാം കൂടി ഒന്നുകൂടി യോജിപ്പിച്ച് കൊണ്ടുവരണം. അധ്യാപകർ ഇറങ്ങിയാൽ അധ്യാപകരെന്ന ബഹുമാനമേ കിട്ടൂ. പരസ്യം തരാൻ കുറച്ച് ലോക്കൽ ഇൻഫ്ലുവൻസ് വേണം. അതിന് PTA-ക്കാർ മുൻനിരയിലുണ്ടായേ പറ്റൂ. നാളെ ഒരു PTA കമ്മിറ്റി വിളിച്ചിരിക്കുന്നു. എല്ലാവരുടെയും ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് കൂടാൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും സ്കൂൾ മാഗസിനും സ്കൂൾ വാർഷികവും കൂടി ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ടെന്ന് പറയണം. സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് മാഗസിൻ്റെ പ്രകാശനവും നടത്തണം. സമയമുണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ പ്രവർത്തനം മന്ദീഭവിച്ചു പോകും. ഒരുവിധം ഉള്ള കഥകളും കവിതകളും തെറ്റിതിരുത്തി കുട്ടികളെ ഏൽപ്പിച്ചു. അത് വൃത്തിയായി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ചില തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരിൽ നിന്നും 2-3 ചെറുകഥകളും ലേഖനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു വച്ചിട്ടുണ്ട്. ബാക്ക് പേജും ബാക്ക് ഇന്നറും ഫ്രണ്ട് ഇന്നറും ചാരിയുടെ അച്ഛൻ പരസ്യം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി പരസ്യങ്ങൾ കിട്ടണം. എങ്കിലേ പ്രിൻറ്റിംഗ് ചാർജും കഴിഞ്ഞ് കുറച്ചെങ്കിലും മിച്ചം PTA അക്കൗണ്ടിലേക്ക് വരുത്താൻ പറ്റൂ. വലിയ ഒരു ജോലിയാണ് PTA ഏറ്റെടുത്തിരിക്കുന്നത്. 3 ജോലിക്കാർക്കായി മാസാമാസം 7000 രൂപ നീക്കി വയ്ക്കേണ്ടിയിരിക്കുന്നു.
ഡേ കെയർ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളിൽ മാസം 100 രൂപ വീതം കിട്ടിയാലും കുട്ടികൾ 100 പേരെങ്കിലും ചേർന്നില്ലെങ്കിൽ അടച്ചു പൂട്ടേണ്ടി വരും. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനെന്ന് പറഞ്ഞ് 120 ഫോമുകൾ വാങ്ങിപ്പോയിട്ടുണ്ട്. ആരൊക്കെ വരുമെന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് സൂക്ഷ്മമായി അറിയാൻ കഴിയും. 100 കുട്ടികൾ എന്തായാലും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഈ 3 പേരെ കൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നേക്കും. ഫീസ് കുറച്ചുകൂടി കൂട്ടിയാലോ എന്നും PTA ആലോചിക്കാതിരുന്നില്ല. അതൊരു ഭാരിച്ച തുകയായി പോകാനും മതി. അടുത്ത പ്രദേശത്തൊന്നും ഒരു ഡേ കെയർ സെൻറ്റർ ഇല്ല. പാലക്കാട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഒരു ഡേ കെയർ സെൻറ്റർ നടത്തുന്നുണ്ട്. ശാരിയുടെ അച്ഛൻ അവിടുത്തെ പഠനക്രമങ്ങളും ഫീസിൻ്റെ ഘടനയും എല്ലാം അന്വേഷിക്കുക മാത്രമല്ല അവരുടെ ഒരു ഡയറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഡയറി ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കണം. കോട്ടും ടൈയും ഒന്നും വേണ്ട, സ്കൂളിൻ്റെ യൂണിഫോം തന്നെയായിരിക്കണം. അതൊക്കെ ഡയറിയിൽ രേഖപ്പെടുത്തണം. അതൊരു ജോലിയായി. ഡയറി ഞാൻ ശാരിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ശാരി തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു. ഡേ കെയർ അവൾക്ക് കൂടി പ്രയോജനപ്പെടുത്തണമല്ലോ. ഡേ കെയർ സെൻറ്ററിൻ്റെയും സാഹിത്യവേദിയുടെയും മെറിറ്റ് ഈവനിങ്ങിൻ്റെയും ഉദ്ഘാടന ചടങ്ങ് വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി നടന്നു. പാട്ടുപാടാൻ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞ് കണ്ടെത്തി അവരെ കൊണ്ട് ഒരു സ്വാഗതഗാനം തയ്യാറാക്കിപ്പിച്ചിരുന്നത് എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ടു. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് മ്യൂസിക് ടീച്ചർ ശ്രീകലയായിരുന്നു. സ്വാഗതഗാനം ചിട്ടപ്പെടുത്തിയതും ശ്രീകല ടീച്ചർ തന്നെയായിരുന്നു. സ്വാഗതഗാനം ആലപിക്കുമ്പോൾ ടീച്ചർ കൂടെ ഉണ്ടായി എന്നതും പ്രശംസനീയമായി തോന്നി. അതിനേറെ രസം അതെഴുതിയത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അതിനൊരു കാരണം കൂടി ഉണ്ടായി. സ്കൂൾ മാഗസിനിലേക്ക് ടീച്ചർ കവിത എഴുതി ഏൽപ്പിച്ചിരുന്നു. വായിച്ചു നോക്കിയപ്പോൾ തോന്നി ടീച്ചർക്ക് കാവ്യൽപ്പത്തി ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ടീച്ചറെ കൊണ്ട് സ്വാഗതഗാനം എഴുതിപ്പിച്ചത്. ചിട്ടപ്പെടുത്തി ശ്രീകല പാടി കേൾപ്പിച്ചപ്പോൾ ഇത് സ്കൂളിൻ്റെ സ്വാഗതഗാനം ആക്കി നിലനിർത്തണമെന്ന് സ്റ്റാഫ് കൗൺസിൽ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നടന്ന തേയില സൽക്കാരത്തിലും എല്ലാ പേരും പങ്കെടുത്തു. അപ്പോൾ താൻ MLAയോട് പറഞ്ഞു, നമുക്ക് ഈ സ്കൂളിൽ ഒരു ഓഡിറ്റോറിയം കൂടി ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു. ഇത് MLAയുടെ ഫണ്ടിൽ നിന്നും ഇത്തിരി രൂപ അനുവദിച്ചിരുന്നെങ്കിൽ ഭംഗിയായിരുന്നു. നമുക്ക് സജീവമായി ആലോചിക്കാം. ഏതായാലും അടുത്ത ബഡ്ജറ്റിൽ ഈ സ്കൂളിന് ഒരു 3 നില കെട്ടിടം ഉറപ്പാണ്. ഓഡിറ്റോറിയത്തിൻ്റെ കാര്യം വരട്ടെ. കാരണം ഓഡിറ്റോറിയത്തേക്കാൾ മുൻഗണന കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അതിനാൽ ഞാൻ വാക്കു തരുന്നില്ല ബാബു മാഷേ. MP ഒന്ന് കണ്ടു നോക്കൂ. ചിലപ്പോൾ നടന്നേക്കും. ഞാനും സൂചിപ്പിക്കാം. എന്താ MS? അതല്ലേ അതിൻ്റെ ശരി. MS ഒന്നും മിണ്ടിയില്ല. MP രാഷ്ട്രീയമായി ഒരു കോൺഗ്രസ്സുകാരനാണ്. എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടല്ലോ. ഉദ്ഘാടനത്തിന് തന്നെ 70 കുട്ടികളെ ഡേ കെയറിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ താനുൾപ്പെടെ എല്ലാ പേരും അമ്പരന്നു. ഒരാഴ്ച കൊണ്ട് 115 കുട്ടികൾ അഡ്മിഷൻ എടുത്തു. അതോടെ അഡ്മിഷൻ നിർത്തിവെച്ചു. 2 ഡിവിഷനാക്കി ഒരു അധ്യാപികയെ കൂടി നിയമിച്ചു. ആയും സീപ്പറും ഓരോന്നും മതിയെന്ന് വെച്ചു. ഭംഗിയായി നടന്നു. കൂടെ കൂടെ കുട്ടികളെ കാണാൻ ചെല്ലുമ്പോൾ അവരിൽ പലരും തന്നെ അപ്പൂപ്പ എന്ന് വിളിക്കുന്നത്, അതേ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ അപ്പൂപ്പൻ തന്നെ. അപ്പൂപ്പൻ. കുട്ടികളുടെ രക്ഷാകർത്താക്കൾ പലരും കൃഷിപ്പണിക്കാരും കൂലിപ്പണിക്ക് പോകുന്നവരുമാണ്. മഞ്ഞളൂർ ജംഗ്ഷനിൽ പുതിയതായി രൂപീകരിച്ച ചുമട്ട് തൊഴിലാളി സംഘടനയിൽപ്പെട്ടവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും ഉൾപ്പെടുന്ന 115 പിഞ്ചു കിടാങ്ങളുടെ വിളിയും അലച്ചിലും പാട്ടും ഉറക്കെ ചൊല്ലലും എല്ലാം കൊണ്ട് സ്കൂൾ അന്തരീക്ഷം തന്നെ പുളകം കൊണ്ടു. അവരുടെ കളിസ്ഥലത്ത് ചിത്രശലഭങ്ങളെപ്പോലെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പ്രസവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശാരിയെ ഓർമ്മിച്ചു പോകും. എല്ലാ പേരും പറയുന്നത് ശാരിയെ തനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് മഞ്ഞളൂർ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയതെന്നുമാണ്. സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്തിന്, കൊടുവായൂർ സ്കൂൾ HM തൻ്റെ നാട്ടുകാരനായ ശിവരാമ മാഷ് പോലും മുൻപരിചയക്കാരനല്ലെന്ന് വിശ്വസിക്കുന്നില്ല. ശാരിയോട് ഇക്കഥ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ശരിയാണെന്നാണ്. നമ്മൾ മുൻപരിചയക്കാരാണ് അല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ മുൻപരിചയക്കാർ തന്നെ എന്നതാണ്. എങ്ങനെ ശാരി? എപ്പോൾ? എവിടെ വെച്ച്? നമ്മളൊരു നോക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ ഇവരൊക്കെ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നത്? തീരെ മനസ്സിലായിട്ടില്ല. മെറിറ്റ് ഈവനിങ് ആണ് ഇത്തിരി കുഴപ്പത്തിലായി പോയോ എന്ന് തോന്നിയത്. 9ാം ക്ലാസ്സിലെ ടോപ്പ് സ്കോറർമാരെ എടുത്തപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ടോപ്പിൽ നിൽക്കുന്നത് ഗൗരിയായിരുന്നു. PTA പ്രസിഡന്റിൻ്റെ മകൾ, തൻ്റെ ഭാര്യയുടെ അനുജത്തി, സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ പ്രതിനിധി. ആരോപണം വരുമോ എന്ന് താൻ സംശയം പ്രകടിപ്പിച്ചു. PTA പ്രസിഡന്റ് പറഞ്ഞു, അവൾക്ക് തൊട്ടു താഴെയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് കൊടുത്താൽ മതി. പരാതിയും പൂക്കാറും ഒന്നും വേണ്ട. 10ൽ പിന്നെ തിരിമറിയെന്ന് ആർക്കും പറയാനാവില്ലല്ലോ. അവൾ 10ൽ തൻ്റെ മിടുക്ക് തെളിയിക്കട്ടെ. ഹെഡ് മിസ്ട്രസ് PTA പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചില്ല. ആരും ആരുടെയും മുഖം നോക്കിയല്ല മാർക്കുകൾ ഇട്ടിട്ടുള്ളത്. മാത്രമല്ല, പരീക്ഷകൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു അവാർഡിനെ കുറിച്ച് എനിക്കോ എൻ്റെ സ്റ്റാഫിനോ അറിയുമായിരുന്നില്ല. അതുകൊണ്ട് ആരാണോ അർഹതപ്പെട്ടവർ അവർക്ക് തന്നെ അവാർഡ് കൊടുക്കണം. സ്റ്റാഫ് കൗൺസിലിലും ഹെഡ് മിസ്ട്രസിനോട് അനുകൂലിച്ചു. പിന്നെ മറ്റൊന്നും നോക്കാൻ പോയില്ല. ഒരു കാര്യം ഞാൻ ശാരിയോട് പറഞ്ഞു. ഗൗരിക്ക് കിട്ടുന്ന കാഷ് അവാർഡ് ആ സദസ്സിൽ വെച്ച് PTAക്ക് സംഭാവനയായി നൽകണം. അവൾ 2 വാക്ക് പറഞ്ഞിട്ട് വേണം സംഭാവന ഹെഡ് മിസ്ട്രസിനെ ഏൽപ്പിക്കാൻ. ശാരി ഗൗരിയോട് ഇത് പറഞ്ഞപ്പോൾ അവൾ ചാടി കുതിച്ച് തൻ്റെ മുന്നിലെത്തി. അതെന്തൊരു ഇടപാടാണ് ചേട്ടാ? ഞാൻ പഠിച്ചിട്ടല്ലേ കൂടുതൽ മാർക്ക് വാങ്ങിയത്. അതിന് കിട്ടുന്ന അവാർഡ് എനിക്കിപ്പോൾ സംഭാവനയൊന്നും ചെയ്യാൻ വയ്യ. ഒരു സംഭാവനക്കാർ വന്നിരിക്കുന്നു.
ഞാനൊരഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഇത്തിരി കാശ് കൊണ്ട് നീ എന്താ കൊട്ടാരം പണിയാൻ പോകുന്നോ? അതേന്ന് കൂട്ടിക്കോ. അത് ഞാൻ ഒരു ഊട്ടത്തിന് വെച്ചിരിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ പൊന്നുമോനുള്ളതാണ് ആ പൈസ. ഓ, അപ്പോൾ മോൻ തന്നെ ഉറപ്പിച്ചോ? അമ്മ പറഞ്ഞല്ലോ, ഉണ്ണിയപ്പം ചുട്ടപ്പം ലക്ഷണം കണ്ടത് ആൺകുഞ്ഞാണെന്നാണ്. ശാരി, നിന്റെ അനിയത്തി പറയുന്നത് കേട്ടോ? കേട്ടു. കേട്ടുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അവളുടെ ഇഷ്ടം നടക്കട്ടെ മാഷേ. ശരി, നടക്കട്ടെ. അവാർഡ് സംഭാവനയായി കൊടുക്കാനാണെങ്കിൽ കൊടുക്കൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ചേട്ടൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്നൊരു തോന്നലൊന്നും വേണ്ട. ആരും ഒന്നും പറയാൻ പോയില്ല. അവളുടെ ഇഷ്ടം പോലെ ആകട്ടെ. അവൾ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. മെറിറ്റ് ഈവനിങ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഭംഗിയായി നടന്നു. ഗൗരി അവൾക്ക് ലഭിച്ച അവാർഡ് തുകകൾ ഭാവിയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സഞ്ചിത നിധി രൂപീകരിക്കുമെന്ന ഹെഡ്മിസ്ട്രസിൻ്റെ പ്രസ്താവന അംഗീകരിച്ചുകൊണ്ടുള്ള ആദ്യ സംഭാവന എന്ന് പറഞ്ഞ് തുക ഹെഡ്മിസ്ട്രസിനെ ഏൽപ്പിച്ചു. പിന്നീട് തന്നോട് വന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ അനുസരണക്കേട് കാണിച്ചില്ലല്ലോ? ഇല്ല, എനിക്ക് സന്തോഷമായി. എനിക്കത്ര സന്തോഷമായില്ല. ഇനി ഞാൻ എൻ്റെ കുഞ്ഞുമോന് എന്തെടുത്തു കൊടുക്കും? പിറക്കുന്ന കുഞ്ഞിനോട് നിനക്കുള്ള ഈ സ്നേഹമാണ് ആ കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഹെഡ് മാസ്റ്റേഴ്സ് കോൺഗ്രസ് കഴിഞ്ഞെത്തിയ ഹെഡ്മിസ്ട്രസ് തന്നോട് പറഞ്ഞു. അടിയന്തരമായി മാഷ് DEO പോയി കാണണമെന്ന് അത്യാവശ്യമാണ്. എനിക്ക് ഒന്നുമില്ല, പോകണം. പോയേ തീരൂ. ശരി, പോകാം. വീട് വരെ ഒന്ന് പോയിട്ട് പോയിക്കോളാം. വൈഫിന് ഇതാണ് മാസം. അതിനെന്താ, പോയി പറഞ്ഞിട്ട് കാറ് കിടപ്പുണ്ടെങ്കിൽ അതിൽ പോകാമല്ലോ. നോക്കട്ടെ. വീട്ടിലെത്തി കാർ കിടപ്പുണ്ടല്ലോ. ശാരിയോട് കാര്യം പറഞ്ഞു. ഞാൻ മിന്നൽ പോലിങ് എത്തും. അതുവരെ ക്ഷമിച്ചിരിക്കേ. വേഗം വരണം, വേഗം. എന്നാൽ ഞാൻ ബസ്സിൽ പോകാം മോളെ. അത്യാവശ്യത്തിന് വണ്ടിയില്ലെങ്കിൽ കുഴയും. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. വേണ്ട വേണ്ട, എനിക്കൊന്നുമില്ല. വേഗം വരണമെന്ന് പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെ. രാഘവനെയും കൂട്ടി പാലക്കാട്ട് DEO ഓഫീസിലേക്ക് തിരിച്ചു. DEO വെയിറ്റ് ചെയ്യുകയായിരുന്നു. ചിരിച്ചിട്ട് ഒരു സെറ്റ് ഫാംസ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, സ്കൂൾ വിഭാഗത്തിൽ ഈ ജില്ലയിൽ നിന്നും അധ്യാപക അവാർഡിന് മാഷിൻ്റെ പേരാണ് അയക്കുവാൻ ഹെഡ് മാസ്റ്റേഴ്സ് ഫാറത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫാംസ് ഞാൻ തരുന്നു. പൂരിപ്പിച്ച ഇതുവരെയുള്ള മാഷിൻ്റെ കരിക്കുലർ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം, PTA അഭിപ്രായങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി എത്രയും വേഗത്തിൽ ഇവിടെ ഏൽപ്പിക്കണം. തയ്യാറാണോ? നോക്കട്ടെ സാർ. സാറിനറിയാമല്ലോ എൻ്റെ സ്ഥിതി. ആവശ്യപ്പെടുന്നവർക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാതിരുന്നാൽ പിന്നെ അവർക്ക് പരാതിയായി. എന്നാലും സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാം. മാഷിപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലും കൈവച്ച് തുടങ്ങിയോ? ഇല്ലസ്ട്രേറ്റ് വീക്കിലി ഞാൻ വായിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ നോവൽ തുടങ്ങിയല്ലോ. പരിഭാഷ ആരാണ് മാഷെ? പരിചയമുണ്ടോ? അതെൻ്റെ വൈഫാണ് സാർ. അപ്പോൾ രണ്ടുപേരും എഴുത്തുകാർ. ഓ, മറന്നു. മാഗസിന് വേണ്ടിയുള്ള സന്ദേശം ഞാൻ PAയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയും ചേർത്തിട്ടുണ്ട്. ശരി സാർ, ഞാൻ വാങ്ങിക്കോളാം. യാത്ര പറഞ്ഞിറങ്ങി. PAയെ കണ്ട് ആശംസകൾ ടൈപ്പ് ചെയ്തും ഫോട്ടോയും വാങ്ങി കാറിനടുത്തേക്ക് ചെന്നു. കാറിൽ കയറിയിരുന്ന് DEO ഏൽപ്പിച്ച ഫാം ഒന്ന് മറിച്ചു നോക്കി. വലുതായിട്ടൊന്നും പൂരിപ്പിക്കാനും മറ്റുമില്ല. എല്ലാം പൂരിപ്പിച്ച് ഹെഡ് മാസ്റ്ററുടെ ശുപാർശയോടെ DEOയിൽ എത്തിക്കണം. അവിടെ DDയുടെ ഓഫീസിലേക്ക്. അവിടെ നിന്നാണ് DPA ഓഫീസിലെത്തേണ്ടത്. DEOയിൽ എത്തിച്ചാൽ നമ്മുടെ ജോലി തീർന്നു. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും തൻ്റെ പേര്. ഇനിയും ഈ ജില്ലയിൽ തന്നെ മറ്റു 3 വിദ്യാഭ്യാസ ജില്ലകൾ കൂടി ഉണ്ടല്ലോ. അവിടെ നിന്നും ആൾക്കാരുണ്ടാകും. അതെല്ലാം DC ഓഫീസിലെത്തും. അവിടെയാണ് ഈ റവന്യൂ ജില്ലയിൽ നിന്നും ആരുടെ പേര് ശുപാർശ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ആകെ സംസ്ഥാനത്ത് 14 ഹൈസ്കൂൾ അധ്യാപകർക്കും 14 UP വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകർക്കുമാണ് സംസ്ഥാന അധ്യാപക അവാർഡിന് തിരഞ്ഞെടുക്കുന്നത്. വീട്ടിൽ ചെന്ന് ശാരിയുമായി ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വീട്ടിലെത്തിയപ്പോൾ ശാരിയും അച്ഛനും അമ്മയും പൂമുഖത്തുണ്ട്. അവരെന്തോ കാര്യമായ ഡിസ്കഷനിലാണെന്ന് തോന്നി. എന്തിനാണ് അത്യാവശ്യമായി DEOയെ വിളിപ്പിച്ചത്? ശാരിയുടെ അച്ഛൻ ചോദിച്ചു. ഈ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും അധ്യാപക അവാർഡിന് അപേക്ഷിക്കണമെന്ന് പറയാൻ. ഹെഡ് മാസ്റ്റേഴ്സ് കോൺഫറൻസിൻ്റെ തീരുമാനമാണത്രേ. കുറച്ച് ഫാംസ് ഉണ്ട്. അത് ഫില്ല് ചെയ്ത് മറ്റെന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി ഫാം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആലോചിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. അതത്ര മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ശാരിയുടെ അച്ഛൻ പറഞ്ഞു. വരണം, മുറിയിലേക്ക് പോകാം. ശാരി വിളിച്ചു. ഇതിന് മറ്റൊന്നും ആലോചിക്കാനില്ല, അയക്കണം. ഇതുവരെയുള്ള ഈയുള്ളവൻ്റെ പ്രവർത്തനങ്ങൾ ഞാനൊരു ലേഖനം പോലെ എഴുതാം. പോരെ? അത് പോരെ? അങ്ങനെയല്ല മോളെ, അതിനൊരു രീതിയുണ്ട്. ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നീ എഴുത്. അല്ല, എഴുതാൻ ഈ വയറ്റുകണ്ണിക്ക് പറ്റുമോ? എന്താ പറ്റാത്തത്? എന്നെ നോക്ക്. എൻ്റെ ചേട്ടന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനും ഉള്ള ശക്തിയും ശേഷിയും ഉണ്ട്. അല്ല, ഈ വയറും വെച്ചുകൊണ്ട് പറഞ്ഞോ. ഞാൻ എങ്ങനെ എഴുതുമെന്ന് കണ്ടോ? അപ്പോൾ ഞാനിതിന് കൊടുക്കണമെന്ന് തന്നെ അല്ലേ? എനിക്ക് അതാണ് ആഗ്രഹം. കുറഞ്ഞത് ഒരു പുലിസ്റ്റർ അവാർഡെങ്കിലും കിട്ടണം. കിട്ടാനുള്ള യോഗ്യത പല നോവലുകളിലുമുണ്ട്. എൻ്റെ പൊന്നു മാഷേ, ആനയ്ക്ക് ആനയുടെ ശക്തി അറിഞ്ഞുകൂടാ. അതുപോലെയാണ് എൻ്റെ മാഷും. ശക്തി അറിയുന്ന ഒരാളുണ്ടല്ലോ. പിന്നെ ഇല്ലേ? ഇല്ലെങ്കിൽ ഈ കോളേജ് ഗേളിനെ ഈ പരുവമാക്കുമോ? എന്നാൽ നമുക്ക് ഈ ഫാം പൂരിപ്പിച്ച് തുടങ്ങാം. കിട്ടിയില്ലെങ്കിൽ മോശവുമാണ്. അതിനൊന്നുമില്ല. നമ്മളോട് DEO ആവശ്യപ്പെട്ടതല്ലേ? നമുക്ക് അയക്കാം. ശരി, അയക്കാം.
DEO പറഞ്ഞ ദിവസം തന്നെ അപേക്ഷയോടൊപ്പമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും തെളിവുകളും സഹിതം ഹെഡ്മിസ്ട്രസിൻ്റെ സാക്ഷ്യപ്പെടുത്തലോടുകൂടി DEOയ്ക്ക് സബ്മിറ്റ് ചെയ്തു. വായിച്ചു നോക്കിയിട്ട് DEO നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഏതായാലും ആ ജോലി കഴിച്ചിട്ട് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ശാരിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞത്. ഒട്ടും താമസിക്കാതെ അവളെയും അമ്മയെയും ചിന്നമ്മുവിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് തിരിച്ചു. അച്ഛന് ശാരി പ്രസവിച്ചു. ആൺകുഞ്ഞ്. അശ്വതി നക്ഷത്രം. വെളുപ്പിന് 5:30 മണിക്കായിരുന്നു പ്രസവം. നോർമൽ ഡെലിവറിയായിരുന്നു. ശാരിയും കുഞ്ഞും സുഖമായിരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലിപ്പോൾ സുഖമായിരിക്കുന്നു. അവളുടെ കാര്യങ്ങൾ നോക്കുവാൻ ഒരു സ്ത്രീയെ കൂടി നിർത്തിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെയും ശാരിയുടെയും എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായി നോക്കിക്കൊള്ളും. പ്രസവിച്ചവരെ നോക്കി ശീലമുള്ളവരാണവർ. ആശുപത്രിയിലെ ഡോക്ടർ തന്നെയാണ് ഈ സ്ത്രീയെ ഏർപ്പാട് ചെയ്തു തന്നത്. ഡോക്ടർ ശാരിയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയായതുകൊണ്ട് ഒത്തിരി സൗകര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരും. അമ്മയും അച്ഛനും ചേച്ചിമാരും മറ്റൊന്നും വിചാരിക്കരുത്. ദൂരക്കൂടുതൽ കൊണ്ടാണ് ഒരു ചടങ്ങും വേണ്ടെന്ന് വെച്ചത്. ശരി അച്ഛാ, ഞാൻ നിർത്തുന്നു. ശേഷം അടുത്ത കത്തിൽ. അച്ഛനയച്ച കത്തിൽ മറ്റൊരു വിവരവും എഴുതിയില്ല. അത് പിന്നീട് എഴുതിക്കൊള്ളാം. കത്ത് പോസ്റ്റ് ചെയ്തിട്ട് ശാരിയുടെ അടുത്തേക്ക് ചെന്നു. അടുത്ത അമ്മയുണ്ട്. താൻ ചെല്ലുന്നത് കണ്ട് അമ്മ പുറത്തേക്കിറങ്ങി കസേരയിൽ പോയിരുന്നു. ശാരി തളർന്ന മട്ടുണ്ട്. എങ്കിലും മുഖത്ത് നല്ല പ്രകാശം. തൊട്ടിലിൽ കിടക്കുന്ന മോനെ എടുത്ത് അടുത്ത് കിടത്തുവാൻ പറഞ്ഞു. കൈകൾ കൊണ്ട് കോരിയെടുത്ത് മുഖത്ത് ചുണ്ടുകൾ ചേർത്തപ്പോൾ അവൻ കണ്ണു തുറന്ന് തന്നെ നോക്കി. കരഞ്ഞില്ല. മെല്ലെ അവളുടെ കിടക്കയ്ക്ക് അരികിൽ ചേർത്ത് കിടത്തി കൊടുത്തു. കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശാരി. തന്നോട് പുറത്തു പോയിരിക്കാൻ നാണത്തോടുകൂടി പറയുമ്പോൾ അവളുടെ മുഖത്തൊരു കുസൃതി ചിരി മിന്നി മാഞ്ഞു. പുറത്തേക്കിറങ്ങി കസേരയിൽ പോയിരുന്നു. അമ്മ അകത്തേക്കും പോയി. പ്രസവം പറഞ്ഞ് സ്കൂളിൽ നിന്ന് സഹപ്രവർത്തകർ എല്ലാ പേരും വന്നിരുന്നു. ഓരോരുത്തരും കൊണ്ടുവന്ന കുഞ്ഞുടുപ്പുകളും സോപ്പും പൗഡറും കൊണ്ട് അലമാര നിറഞ്ഞു. വീട്ടിൽ ശാരിയെ കൊണ്ടുവന്ന ശേഷമായിരുന്നു PTA-കാരുടെ വരവ്. എല്ലാ പേരും സന്തോഷത്തോടെ പിരിഞ്ഞു. 28-ന് കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് എല്ലാ പേരെയും വിളിച്ച് നല്ല സദ്യ ഒരുക്കി. താൻ അവനൊരു സ്വർണ്ണ അരഞ്ഞാണവും 2 തളയും 2 കാപ്പും വാങ്ങി വെച്ചിരുന്നു. ശാരിയുടെ അച്ഛൻ അവനൊരു മാല വാങ്ങി. കുഞ്ഞമ്മയും വിട്ടില്ല. മോതിരം വാങ്ങി നൽകാനുള്ള പണം ശാരിയാണ് നൽകിയത്. എന്നെങ്കിലും അവളത് സ്വയം സമ്പാദിച്ച് തിരിച്ചു കൊടുക്കുമെന്നാണ് കണക്ക്. സ്കൂൾ മാഗസിൻ പ്രിന്റ് ചെയ്ത് റിലീസ് ചെയ്യാൻ പാകത്തിലായി. ആനുവൽ ഡേ നടത്തണം. അതിൽ വെച്ച് മാഗസിൻ്റെ പ്രകാശനം കൂടി നടത്തണം. വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ MP-യെ കൂടി ക്ഷണിക്കണം. മാഗസിൻ പ്രകാശനം MLA നിർവഹിക്കും. ആശംസകൾക്കായി 3 സാഹിത്യകാരന്മാരെ കൂടി പങ്കെടുപ്പിക്കണം. അതിനും ആളെ കണ്ടെത്തണമല്ലോ. പാലക്കാട്ട് ഉള്ളവർ മതി. ഒരു കാറിൽ എല്ലാവരെയും കൂടി വിളിച്ചുകൊണ്ടുവരാനുള്ള സൗകര്യത്തിനാണ്. വാർഷിക ദിവസം ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ കുട്ടികൾക്ക് നൽകണം. കുട്ടികളുടെ ചില്ലറ കലാപരിപാടികൾ കൂടി അവതരിപ്പിക്കണം. കലാപരിപാടികളുടെ ചുമതല ഡ്രോയിങ് മാഷയെ ഏൽപ്പിച്ചു കൊടുത്തു. രാവിലെ ആരംഭിച്ച് ഉച്ചയ്ക്ക് 3 മണിയോടെ കലാപരിപാടികൾ അവസാനിപ്പിക്കണം. ഉച്ചയ്ക്ക് 3 മണിക്ക് വാർഷിക സമ്മേളനം ആരംഭിക്കണം. എല്ലാം വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി നടന്നു. മാർച്ച് പകുതിയോടെ SSLC പരീക്ഷ ആരംഭിക്കുന്നു. ഗൗരി ഉറക്കം വിളിച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. ശാരിയെ കൊണ്ടാവും മട്ടിൽ അവളെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. പരീക്ഷ കഴിഞ്ഞ് ഒരു തിരുവനന്തപുരം യാത്രയ്ക്ക് പരിപാടിയിട്ടിരിക്കുകയാണ്. അമ്മയെയും അച്ഛനെയും സഹോദരിമാരെയും കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കണം. അവരാരും വരാത്തതല്ലോ. വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് വരാത്തത്. ഉദയംകുളങ്ങര പോയി അമ്മയെയും അച്ഛനെയും കാണണം. കുടുംബ പാടിക്കവിളാകം ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലിയും വിളക്കും നടത്തണം. എന്നിട്ട് കന്യാകുമാരിയിൽ ഒരു തീർത്ഥയാത്ര. സൂര്യാസ്തമയം കണ്ട് അവിടെ വിശ്രമം. എന്നിട്ട് രാവിലെ ഉദയവും കണ്ട് കന്യാകുമാരി ദേവിയുടെ നിർമ്മാല്യവും തൊഴുതു മടങ്ങണം. വഴിയെ പത്മനാഭപുരം പാലസ്, ശുചീന്ദ്ര ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളും കണ്ട് വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്ത് പത്മനാഭി സ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, പിന്നെ ആറ്റുകാലമയെ കണ്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം. ഇതാണ് പദ്ധതി. ആരൊക്കെ വരുന്നുവെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഗൗരിയുടെ പരീക്ഷ കഴിയുന്നതുവരെ കാക്കുന്നത് അവളെ കൂടി കൊണ്ടുപോകാനാണ്. ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് ശാരിയാണ്. ശാരിയുടെ അച്ഛൻ വരുമെന്ന് തോന്നുന്നില്ല. ഏപ്രിലിൽ നിറയെ പാർട്ടി പ്രോഗ്രാമാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുമോയെന്നറിയില്ല. ശാരി തീരുമാനിക്കട്ടെ. ഒരു വലിയ വണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. ശാരിയുടെ വണ്ടി അംബാസിഡറാണ്. കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു വണ്ടിയാണ് ഏർപ്പാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാതെയുള്ള യാത്രയാണ്. പേരൊക്കെ നേരത്തെ ഇട്ടതുകൊണ്ട് ഇനി ചോറൂണ് മാത്രമാണ് ബാക്കി. അത് ഗുരുവായൂരിൽ വെച്ച് തന്നെ വേണമെന്നാണ് ശാരിയുടെ അച്ഛൻ പറയുന്നത്. അങ്ങനെയാട്ടെ എന്ന് താനും പറഞ്ഞു. ഗൗരിയുടെ പരീക്ഷ അവസാനിച്ചു. മധ്യവേനൽ അവധിക്ക് സ്കൂളുകളും കോളേജുകളും അടച്ചു. ഗൗരിയുടെ അച്ഛന് ടൂർ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിൻ്റെ പരിപാടികൾ ധാരാളമായുണ്ട്. അങ്ങനെ വന്നപ്പോൾ ശാരിയുടെ അമ്മയും പുറകോട്ട് വലിഞ്ഞു. അച്ഛനെ തനിച്ചാക്കി ഞാനില്ലെന്ന് തീർത്തു പറഞ്ഞു. നിങ്ങൾ പോയിട്ട് വരീ. വേണമെങ്കിൽ ഗൗരിയെ കൂടി കൂട്ടിക്കോ. അല്ലെങ്കിൽ നിന്റെ ഊപ്പാട് വരും. അതുകൊണ്ട് അവൾ കൂടി വരട്ടെ. അങ്ങനെ ടൂർ നിശ്ചയിച്ചു. പ്രോഗ്രാം ഇട്ടതനുസരിച്ച് ഭംഗിയായി നടന്നു. അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനെ എടുത്തിട്ടും മതിയായില്ല. നേരത്തെ അറിയിച്ചിരുന്നതുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ ചെന്ന ദിവസം രാത്രി തന്നെ പുഷ്പാഞ്ജലിയും വിളക്കും ഭംഗിയായി നടത്തി. ദേവിയെ കണ്ടു ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിച്ചു.
ഗൗരി കളിയാക്കാതിരുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈശ്വരഭക്തി. ആദ്യം ഞാൻ ഈ മണ്ണിൽ നനവിലും വായുവിൻ്റെ മണത്തിലും അമ്പലപ്പറമ്പിലെ ആൽത്തറ തണലിലാണ് ജീവിച്ചത്. ആ ജീവിതത്തിൻ്റെ തളിർപ്പിലാണ് എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്. അത് മായ്ക്കാൻ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിനും കഴിഞ്ഞിട്ടില്ല. ഇനിയോട്ട് കഴിയുമെന്ന് തോന്നുന്നുമില്ല. നല്ല വിശ്രമമെടുത്തായിരുന്നു ടൂർ. കുഞ്ഞ് അല്ലെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചു പോയാലോ? എല്ലാ യാത്രയും ക്ഷേത്ര ദർശനങ്ങളും കഴിഞ്ഞ് പാലക്കാട് എത്തിയപ്പോൾ എത്തുമെന്നറിയിച്ചിരുന്നതിൽ ഒരു ദിവസം കൂടുതലായിപ്പോയി. എന്നാലും ഒരു സുഖമുള്ള ട്രിപ്പായിരുന്നു. അമ്മയ്ക്കും അച്ഛനും തൻ്റെ കുഞ്ഞിനെ കാണിക്കുക എന്നതിൽ കവിഞ്ഞ് തനിക്കും ശാരിക്കും മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. തറവാട്ടവക വീടും 64 സെൻറ്റ് ഭൂമിയും തൻ്റെ പേരിൽ അച്ഛനും അമ്മയും കൂടി വിൽപ്പത്രം രജിസ്റ്ററാക്കി വെച്ചിരുന്നു. പക്ഷേ തനിക്കിനി തറവാട്ടിൽ ചെന്ന് താമസിക്കാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാടാണുള്ളത്. ഇപ്പോൾ ഇളയ സഹോദരിയാണ് അച്ഛനമ്മമാരുടെ കൂടെ താമസിക്കുന്നത്. അതങ്ങനെ ആയിക്കോട്ടെ. തൻ്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന വിൽപ്പത്രം റദ്ദ് ചെയ്ത് ആ വസ്തുവും തറവാടും ഇളയ സഹോദരിയുടെ പേരിൽ എഴുതി വയ്ക്കാൻ അച്ഛനോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ആ വിൽപ്പത്രത്തിൽ തൻ്റെ ഒരു ഒപ്പുകൂടി വേണ്ടിയിരുന്നു. ശാരീര അച്ഛനോട് ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. അച്ഛനും അമ്മയ്ക്കും വലിയ വിഷമമായിരുന്നു. അപ്പോൾ നീ ഈ തറവാടിൻ്റെ വേറൊരുത്ത് പോകുന്നോടാ? എല്ലാ കാര്യത്തിനും ഞാനും ഉണ്ടാവും അച്ഛാ. ഈ സ്വത്തുക്കൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഇളയ ചേച്ചിക്കായിരിക്കും. എനിക്ക് ശമ്പളവും മറ്റു വിധത്തിലുമൊക്കെ ഇത്തിരി വരുമാനമുണ്ടല്ലോ. ഞാൻ വേറിട്ട് പോകാനും മറ്റുമില്ല. ഏതു കാര്യത്തിനും ഞാനുണ്ടാവും. പടിക്ക് വിളാകത്തെ കുടിയിരുത്ത് പാട്ടിനും ഞാൻ വന്ന് എൻ്റെ ദേവിയെ തൊഴുതിട്ട് പോകും. അതൊക്കെ നീ ഇപ്പോൾ പറയും. മരിക്കാൻ നേരത്തെ നിന്നെ ഒന്ന് കാണാനെങ്കിലും കിട്ടുമോടാ? അച്ഛൻ അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. ഏത് കാര്യത്തിനും ഞാനുണ്ടാവും. കൂടെ അച്ഛൻ്റെ ഈ മരുമകളും കാണും. പക്ഷേ അച്ഛനമ്മമാരുടെ കൂടെ നിന്ന് ജീവിക്കാൻ എൻ്റെ സാഹചര്യം അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞാണ് കുടുംബത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. കാറിൽ വെച്ച് ശാരി ചോദിച്ചു, മാഷിന് വിഷമമുണ്ടല്ലേ? ഉണ്ട്. അച്ഛനും അമ്മയും എന്നെ അത്ര സ്നേഹത്തോടെയാണ് വളർത്തിയതും പഠിപ്പിച്ചതും. അവരുടെ ശരിയായ ശിക്ഷണം കൊണ്ടാണ് എന്നിൽ നിനക്ക് ഒരു വളർത്തു ദോഷവും കാണാൻ കഴിയാത്തത്. അവർ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. പിന്നെന്തിനാണ് ആ വസ്തു സഹോദരിക്ക് വിട്ടുകൊടുത്തത്? അവളൊരു പ്രാരാബ്ധക്കാരിയാവരുതെന്ന് വിചാരിച്ചിട്ട് തന്നെ. ശാരി കണ്ടില്ലേ, ചേച്ചിക്ക് 3 പെൺകുട്ടികളാണ്. ഒന്നിനെ നീ കണ്ടില്ലേ? അവളെ എന്ത് ചെയ്യാനാകും? കൊല്ലാനൊക്കുമോ? അവളുടെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ മറ്റുള്ള കുട്ടികൾ അവരെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞേക്കണ്ടേ? അളിയൻ മാത്രം വിചാരിച്ചാൽ നടക്കൂല. എത്ര നേരം കൊണ്ട് കുഞ്ഞ് ഗൗരിയുടെ മടിയിൽ കിടക്കുന്നു. ശാരി ഗൗരിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക. അങ്ങെടുത്ത് തരട്ടെ? ഓഹോ, ഞാൻ മടിയിൽ കിടത്തിക്കൊള്ളാം. വേണ്ട വേണ്ട, അവൻ എൻ്റെ മടിയിൽ കിടന്നോട്ടെ. എനിക്കൊരു പ്രയാസവുമില്ല. ഗൗരി കുഞ്ഞിനെ ശാരിയെ ഏൽപ്പിക്കാതെ പുതച്ചിരുന്ന പ്ലാനിൽ കൊണ്ട് അവനെ ഒന്നുകൂടി മൂടി. അവൻ കുഞ്ഞമ്മയുടെ ചൂടും പറ്റി സുഖമായി ഉറക്കം തുടർന്നു. റിസൾട്ട് അറിഞ്ഞാൽ വിക്ടോറിയയിൽ തന്നെ ചേരാം. അതോ പാലയിലോ മറ്റോ പോകുന്നുണ്ടോ? നീറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോൾ നല്ല സ്ഥലം പാലയാണെന്നാണ് എല്ലാ പേരും പറയുന്നത്. അവൾക്ക് പാലക്കാട് പഠിച്ചാൽ മതി. നീറ്റൊക്കെ അവൾ എഴുതിയെടുത്തോളും അല്ലേ ഗൗരി? നീറ്റ് ഞാൻ എഴുതും. അതിൻ്റെ പ്രത്യേക കോച്ചിങ്ങൊന്നും വേണ്ട. ചേച്ചി പഠിച്ച കോളേജിൽ എനിക്ക് പഠിച്ചാൽ മതി. എന്നെ പാലയിലൊന്നും പറഞ്ഞേക്കരുതേ. അച്ഛനത് കേൾക്കാതിരിക്കുന്നു. നിന്നെ ഞാൻ പാലയ്ക്കൊന്നും അയക്കാൻ പറയില്ല. നിനക്ക് അല്ലാതെ തന്നെ നീറ്റ് എഴുതിയെടുക്കാൻ കഴിയും. പാലക്കാട് എത്തിയപ്പോൾ വൈകിട്ട് 5 മണിയായി. ഭയങ്കര ക്ഷീണം തോന്നിയതുകൊണ്ട് അച്ഛൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. ഷർട്ട് ഊരിയിട്ട് കട്ടിലിൽ കയറി കിടന്നു. എന്തോ ഒരു വല്ലായ്മ. എന്താണത്? കുറച്ച് കിടന്നു നോക്കാം. അത് മാറുമായിരിക്കും. യാത്രാക്ഷീണമായിരിക്കും. കണ്ണടച്ച് കിടന്നു. ശാരി വന്ന് തട്ടി ഉണർത്തി. എന്തു പറ്റി മാഷേ? എന്തേ കിടക്കുന്നത്? ഒന്നുമില്ല, വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ശരീരത്തിന് ആകെ ഒരു വല്ലായ്മ പോലെ. ഞാനൊന്ന് കിടക്കട്ടെ? AC ഓൺ ചെയ്യണോ? വേണമെന്നില്ല. ഞാൻ തടവി തരട്ടെ? എവിടെയാണ്? നെഞ്ചിനാണോ വല്ലായ്മ? ഞാനൊന്ന് തടവി തരാം. ഇത്ര ദൂരം യാത്ര ചെയ്തുകൊണ്ടായിരിക്കും. കുളിക്കണ്ടേ? ഞാൻ ചൂടുവെള്ളം പിടിച്ചു വയ്ക്കാം. ഓ ശരി. നെറ്റിയിൽ കൈവച്ച് നോക്കിയപ്പോൾ നെറ്റി വല്ലാതെ വിയർക്കുന്നുണ്ടെന്ന് തോന്നി. കൈകൊണ്ട് തന്നെ വിയർപ്പ് തുടച്ചിട്ട് പോയി AC ഓൺ ചെയ്തു. ഗൗരി കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ മാഷി കിടക്കുന്നത് കണ്ട് ചേച്ചിയോട് കാര്യം തിരക്കി. ഒന്നുമില്ല, ഒരു ക്ഷീണം. യാത്ര ചെയ്തിട്ട് കുറച്ച് നാളായില്ലേ, അതാകും. നീ കുഞ്ഞിനെ ആ തൊട്ടിലിൽ കിടത്തിയിട്ട് ആ ഹീറ്റർ ഓൺ ചെയ്ത് പൈപ്പ് തുറന്ന് ബക്കറ്റ് വയ്ക്കൂ. ഒന്ന് കുളിക്കുമ്പോൾ നേരെ ആയിക്കോളും. അമ്മയോടൊന്നും പറയണ്ട. മാഷിന് ഒരസുഖവുമില്ല. ഗൗരി പോയി. ശാരി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഭയം തോന്നാതിരുന്നില്ല. ഇപ്പോഴിങ്ങനെ വിയർക്കാനൊരു കാരണവുമില്ല. വേഷം പോലും മാറാതെ കട്ടിലിൽ കിടക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമായ അസുഖത്തിൻ്റെ ലക്ഷണം വലുതുമാണോ? വിളിച്ചു നോക്കി. മാഷേ, മാഷേ. വിളി കേട്ടു. എന്ത് തോന്നുന്നു? ക്ഷീണം മാറിയോ? മാറി വരുന്നു. കുറച്ചുകൂടി കിടന്നോട്ടെ. ശാരി എഴുന്നേറ്റ് പോയി പുറത്തേക്കുള്ള കതകടച്ച് ചാരിയിട്ട് പറഞ്ഞു. നീങ്ങേ, ഞാൻ കൂടി കിടക്കാം. ഒരു ക്ഷീണവും വരില്ല. ശാരി അയാളെ ഒട്ടിച്ചേർന്ന് കിടന്നപ്പോൾ ഒരു പ്രതികരണവുമില്ലെന്ന് കണ്ടപ്പോൾ ഭയവും സങ്കടവും തോന്നി. മാഷേ, മാഷേ, എന്തു പറ്റി? ഒന്നുമില്ല ശാരി. എനിക്കൊരു ക്ഷീണം പോലെ. ഒന്ന് കിടക്കണമെന്ന് കരുതി. അല്ലാതെ വല്ല നെഞ്ചുവേദനയോ മറ്റെന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തോ ഒരു വല്ലായ്മ. ഇപ്പോൾ മാറിയെന്ന് തോന്നുന്നു. ശാരി അയാളെ കെട്ടിപ്പുണർന്ന് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറഞ്ഞു.
ഞാൻ എങ്ങനെ പേടിച്ചെന്നോ? മാഷിന് എന്തെങ്കിലും പറ്റിയാൽ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്നാൽ പിന്നെ ഞാനുണ്ടോ? ഞാനുണ്ടാവില്ല. എന്തിനു നമ്മൾ ഒരുമിച്ച്? മരണത്തിന് പോലും നമ്മെ വേർപ്പിക്കാനാവില്ല, എനിക്കുറപ്പുണ്ട്. ചേച്ചി, ഫോണുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ നിന്നാണ്. ഒന്ന് വേഗം വാ, ഗൗരി വിളിച്ചു. ഞാനിതാ എത്തി. കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കുന്നു, ശ്രദ്ധിച്ചോണേ. ചേട്ടാ, ദേ ചേച്ചി വിളിക്കുന്നു. കുഞ്ഞിവിടെ തനിച്ചാണ്. നീ ഇങ്ങോട്ടൊന്ന് വാ ഗൗരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചേട്ടൻ പോയിക്കോന്ന്, ഞാൻ അവനെ നോക്കിക്കൊള്ളാം. ഗൗരി വന്നു മെല്ലെ എഴുന്നേറ്റ് ശാരിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ശാരി? ദാ ഫോൺ, കോളേജിൽ നിന്നാണ്. യൂണിയൻ ചെയർമാൻ ഒന്ന് അറ്റൻഡ് ചെയ്തേ. ഹലോ, ബാബു മാഷാണ്. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഫിലോമിന മാത്യൂസ്. ഞങ്ങളുടെ SFIയുടെ ആഭിമുഖ്യത്തിൽ ഒരു ബോധവൽക്കരണ സെമിനാർ നടത്തുന്നു. കോളേജിൽ വെച്ച് തന്നെ. ചുവന്ന പുസ്തക ദിനവും മാതൃഭാഷാ രാഷ്ട്രീയവും എന്ന വിഷയത്തെക്കുറിച്ചാണ് സെമിനാർ സംസാരിക്കേണ്ടത്. മാഷ് ഒന്ന് വന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഫെബ്രുവരിയിൽ നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. മറ്റു പരിപാടികൾ വന്നുപെട്ടതുകൊണ്ട് നടത്തുവാൻ കഴിഞ്ഞില്ല. വരുന്ന ബുധനാഴ്ചയാണ്. രാവിലെ 10:30 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. DC-യിൽ നിന്നും സഖാവിൻ്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ശാരിയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഞാൻ ക്ഷണിക്കാമെന്നേറ്റതാണ്. ക്ഷണിച്ചതിന് നന്ദി ഫിലോമിന മാത്യൂസ്. ഞാൻ വരാം. കുറച്ച് സംസാരിക്കാൻ പറ്റൂ. ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണ്. അതറിയാം. മാഷ് ഉദ്ഘാടനം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ബാക്കി നമ്മുടെ സഖാക്കൾ പറഞ്ഞോളൂ. ആളുണ്ടാകുമോ? കോളേജൊക്കെ ക്ലോസ് ചെയ്തില്ലേ? ആൾക്കാർ ധാരാളം കാണും. എല്ലാ സഖാക്കൾക്കും അറിയിപ്പ് പോകുന്നുണ്ട്. മാഷ് എത്തുമല്ലോ? എത്തും. സഖാവ് ഫിലോമിന എന്ത് പഠിപ്പിക്കുന്നു? ഞാൻ പൊളിറ്റിക്സ് MA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ശാരി ഞാൻ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ യൂണിറ്റ് മാതൃഭാഷാ ദിനം ആചരിക്കാത്തതിനാൽ ജില്ലാ കമ്മിറ്റി ഞങ്ങളെ നിർത്തിപ്പൊരിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു അടിപൊളി പരിപാടി നടത്തിക്കളയാമെന്ന് തീരുമാനിച്ചത്. ശരി, അപ്പോൾ ബുധനാഴ്ച രാവിലെ ഞാൻ വരാം. വണ്ടി അയക്കണോ? വേണ്ട, ബസ് ഇഷ്ടം പോലെ ഉള്ളപ്പോഴോ? ശാരി എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ബസ്സിലൊന്നും പോകേണ്ട, കാറിൽ പോയാൽ മതി. ഞാനും ഗൗരിയും കൂടെ വരാം. അവളും അടുത്ത വർഷം അവിടെ വരേണ്ടതല്ലേ. നമുക്ക് പോകാം. ക്ഷീണം മാറിയോ? ആ, ഒന്ന് കുളിക്കുമ്പോൾ മാറും. നീ ഇത്തിരി ചായ ഇട്ട് കൊണ്ടുവാ. ഒരു ചായ കുടിക്കാൻ മോഹം. നിന്റെ ഫിലോമിന മാത്യു ആളൊരു വമ്പത്തിയാണെന്ന് തോന്നുന്നുവല്ലോ. അങ്ങോട്ടൊന്നും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ചങ്ങല പോലെ അങ്ങ് സംസാരിക്കുകയാണ്. ബെല്ലും ബ്രേക്കുമില്ല. അവൾ അങ്ങനെയാണ്. ഭയങ്കര സംസാരമാണ്. നന്നായി പ്രസംഗിക്കും. ശരി, നന്നായിരിക്കട്ടെ. മുറിയിൽ ചെന്നപ്പോൾ ഗൗരി തൊട്ടിലുമാട്ടി കട്ടിലിൽ ഇരിക്കുന്നു. കുഞ്ഞു ഉണർന്ന് ഒന്ന് വീഴ്ചയൊക്കെ നോക്കിയിട്ട് വീണ്ടും ഉറങ്ങി. ഗൗരി വരുന്ന ബുധനാഴ്ച നമുക്ക് നമ്മുടെ കോളേജ് വരെ ഒന്ന് പോകാം. അവിടെ പഠിക്കാൻ പോവുകയല്ലേ. പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിലുപരി SFIയുടെ യൂണിറ്റ് സമ്മേളനം. സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്നോ? നിന്റെ ചേട്ടൻ കോമ്രേഡ് ബാബു. നമുക്കൊന്ന് കേട്ടു നോക്കാം. ആശൻ എന്താണ് പറയുന്നതെന്ന് അറിയാമല്ലോ. ചേച്ചി, വേണ്ട, അത് വേണ്ട. അതെന്താടി? ഒരു പഴയ പാട്ടില്ലേ, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം. നീ പോടി. പോയി ചേട്ടനൊരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ ചിന്നമ്മ അമ്മയോട് പറയും. ശരി, ഞാൻ കൊണ്ടുവരാം. ചേട്ടാ, നമ്മുടെ സ്കൂളിലെ ഡേ കെയർ സെൻറ്ററിലെ ആയയ്ക്ക് ശമ്പളം എത്രയാണ്? 2500 മറ്റോ ആണെന്ന് തോന്നുന്നു. കുറവാണ്. അത് പിന്നീട് പരിഹരിക്കും. അല്ല, 2 മാസം ഞാൻ വെറുതെയല്ലേ ഈ കുഞ്ഞിനെ നോക്കുന്നത്. ഒരു ചെറിയ ശമ്പളം എനിക്ക് തന്നുകൂടെ? എന്താ പ്രിയപ്പെട്ട ചേച്ചി, പരിഗണിക്കാമോ? പോടി അസത്തെ. അവളുടെ ഒരു ശമ്പളം. ഗൗരി അടുക്കളയിലേക്ക് പോയി. കുഞ്ഞുണർന്ന് കരഞ്ഞു. എത്ര നേരമായി ഉറങ്ങുന്നു? അവന് വിശക്കുന്നുണ്ടാവും. നീ ഇത്തിരി പാല് കൊടുക്ക്. അതെ അതെ, ചേട്ടൻ ആ കസേരയിലോട്ടൊന്നും ഇരുന്നേ. ഞാൻ ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് അവന് പാല് കൊടുത്തോട്ടെ. ഞാൻ ഇറങ്ങിപ്പോകണോ? എങ്ങും പോകുന്നു വേണ്ട. അവിടെ അടങ്ങിയിരുന്നാൽ മതി. ഗൗരി ഇപ്പോൾ ചായയുമായി വരും. ഓ ശരി, ഞാൻ ഈ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോയി വല്ല കത്തുകളും സ്കൂളിൽ നിന്ന് കൊടുത്തയച്ചോന്ന് അച്ഛനോട് ചോദിക്കട്ടെ. ചേട്ടാ, അതാ ചായ. ചേട്ടൻ എങ്ങോട്ട്? ആ പൂമുഖത്തേക്ക്. എനിക്ക് വല്ല കത്തോ മറ്റോ സ്കൂളിൽ നിന്ന് കൊടുത്തയച്ചിരുന്നോ എന്ന് നോക്കട്ടെ. ചായ മേശപ്പുറത്ത് വച്ചേക്ക്, ഞാൻ നോക്കട്ടെ. ഊഹം ശരിയായിരുന്നു. കുറച്ചധികം കത്തുകളും മാസികകളും പൂമുഖത്ത് ടീപ്പോയുടെ പുറത്ത് അടുക്കി വെച്ചിരിപ്പുണ്ട്. എല്ലാം എടുത്ത് മുറിയിലേക്ക് നടന്നു. ഗൗരി അവളുടെ മുറിയിലേക്ക് പോയി. ചായ എടുത്ത് കസേരയിരുന്ന് കുറേശ്ശെ കുടിക്കുമ്പോൾ ശാരി ചോദിച്ചു, കുളിക്കുന്നില്ലേ? വേണം, ഞാൻ ഈ കത്തുകളൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ. ഇവർക്കൊക്കെ കത്തെഴുതുമ്പോൾ വീട്ടഡ്രസ്സ് വായിക്കണേ. എന്നും ഇപ്പോൾ സ്കൂളിൽ കാണുമോ? എന്തൊക്കെയാ കത്തിൽ? ഇതാ മലയാള രാജ്യം വാരിക, ഇത് ഇലസ്ട്രേറ്റ് വീക്കിലി, ഇത് ദേശാഭിമാനി വാരിക, ഇത് മാധ്യമം, ഇത് മാതൃഭൂമി. പിന്നെ കത്തുകൾ പ്രസിദ്ധീകരണശാലക്കാർ മലയാള രാജ്യത്തിൽ വരുന്ന നോവലിൻ്റെ പ്രിൻറ്റിംഗ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. മറ്റേത് വീട്ടിൽ നിന്നുള്ളത്? നമ്മളവിടെ ചെല്ലുന്നതിന് മുമ്പ് അച്ഛൻ അയച്ചു എന്ന് പറഞ്ഞ കത്ത്. കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞോ? അവൻ ഉറങ്ങിയാണ് പാല് കുടിക്കുന്നത്. മതിയാവോളം കുടിക്കട്ടെ. ആദ്യം ഇലസ്ട്രേറ്റ് വീക്കിലി പൊട്ടിച്ച് നോവലിൻ്റെ തുടക്കം വായിച്ചു. നല്ല ഒന്നാന്തരം ചിത്രം. ആരും ശ്രദ്ധിക്കുന്ന ചിത്രീകരണം. തുടക്കം മുതൽ ഒന്ന് ഓടിച്ചു വായിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് കുളിക്കാൻ തയ്യാറായി. ശാരിയെ നോക്കിയിട്ട് പറഞ്ഞു, ശാരി, കുഞ്ഞിൻ്റെ വിരലിലെ മോതിരം അങ്ങ് ഊരി വയ്ക്കണേ. വല്ല വായിലോ മറ്റോ പോയാൽ പിന്നെ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല.
ഓ, ഞാൻ ആശുപത്രിയിൽ നിന്നപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ നീ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലേ? ഇപ്പോഴെന്താ? ഇതെന്തൊരു മനുഷ്യൻ! അമ്മ പുറത്ത് നിൽക്കുകയില്ലായിരുന്നല്ലോ. അതുപോലെയാണ് ഇപ്പോൾ. അവനെ ഉണർത്തണ്ട, ഞാൻ കുളിച്ചിട്ട് വരാം. ശരി, ഞാൻ കുളിമുറി ചാരുന്നേ ഉള്ളൂ. പുറത്തെ കതക് കുറ്റിയിട്ടേക്കാം. എനിക്ക് ആ ക്ഷീണമങ്ങ് മാറിയെന്ന് പറയാറായില്ല. ഫോൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ട് കുളിമുറിയിൽ ഒരു ശ്രദ്ധ വേണമേ. കുഞ്ഞിനെ പ്ലാനിൽ കൊണ്ട് പുതപ്പിച്ചിട്ട് ശാരി എഴുന്നേറ്റ് അടുത്ത് വന്നു. ഇപ്പോൾ വിയർപ്പുണ്ടോ? ഇല്ല, വിയർപ്പൊന്നുമില്ല. നീ ആ ഇലസ്ട്രേറ്റ് വീക്കിലി എടുത്ത് നോക്ക്. ഞാനിപ്പോൾ കുളി കഴിക്കാം. ശരി, ഞാനത് മറന്നു. തുടരും.